to start the unit 8 of this course, and the unit name is for Feminist Perspective for Research. Sociology till almost the 20th century did not focus on gender as an important aspect of society. അപ്പോൾ സോഷ്യോളജി till almost the 20th century വരെ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ പഠിത്തത്തിൽ. ജെൻഡർ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ്, സൊസൈറ്റിയുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റാണ് ജെൻഡർ എന്നുള്ള രീതിയിൽ സോഷ്യോളജിസ്റ്റും അതുപോലെ അതിനെക്കുറിച്ച് പഠിക്കാനായിട്ട് ഫോക്കസ് ചെയ്തിട്ടില്ലായിരുന്നു. ദ സ്റ്റഡി ഓഫ് ജെൻഡർ ബിഗൺ ഇൻ ദ 1970s. എന്നാൽ ഈ ജെൻഡർ സ്റ്റഡീസ് ബിഗിൻ ചെയ്തത് ഏതാണ്ട് 1970s. പ്രയർ ടു ദ 1970s ദർ വാസ് ലിറ്റിൽ ഓർ നോ വർക്ക് ഓൺ ജെൻഡർ. അപ്പോൾ 1970ക്ക് മുമ്പായിട്ട് ഇതിനെക്കുറിച്ച് ജെൻഡർ സ്റ്റഡി വളരെ ലിമിറ്റഡ് ആയിട്ടേ ഉണ്ടായിട്ടുള്ളൂ. ശരിക്കും പറയണമെങ്കിൽ നന്നായിട്ട് ഉണ്ടായിരുന്നില്ലെന്ന് തന്നെ പറയാം. ദ സ്റ്റഡി ഓഫ് സൊസൈറ്റി ബൈ വേരിയസ് തിങ്കേഴ്സ് ബിഫോർ 1970s ഡിഡ് നോട്ട് മെയിൻ സ്ട്രീം ജെൻഡർ. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ആസ് ഇഫ് സൊസൈറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺലി ബൈ മെൻ. അപ്പം ജെൻഡറിനെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു സ്റ്റഡി എന്ന് കാണിച്ചാൽ തന്നെ ആ കാലഘട്ടത്തിൽ അവിടെ അതിനകത്ത് രണ്ട് ജെൻഡറും സ്ത്രീയും പുരുഷനും അവിടെ ഉൾപ്പെടുന്നില്ലായിരുന്നു. ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ആസ് ഇഫ് സൊസൈറ്റി വാസ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഓൺലി ബൈ മെൻ. സൊസൈറ്റി രൂപീകൃതമായിരിക്കുന്നത് പുരുഷന്മാരെ കൊണ്ട് മാത്രമാണെന്നുള്ള രീതിയിൽ കൂടിയാണ് സ്റ്റഡീസൊക്കെ നടത്തിയിരുന്നത്. അപ്പോൾ പുരുഷന്മാരിൽ ജെൻഡറിനെ കുറിച്ച്, അപ്പോൾ സൊസൈറ്റിയിൽ ജെൻഡറെ കുറിച്ചൊരു സ്റ്റഡി ഉണ്ടെങ്കിൽ അതെപ്പോഴും പുരുഷ മേധാവിത്വത്തെ കാണിക്കുന്നതായിരുന്നു, പുരുഷനെ കുറിച്ചുള്ളതായിരുന്നു. അതിൽ സ്ത്രീക്ക് അധിക സ്ഥാനം ഇല്ലായിരുന്നു. ഇറ്റ് വാസ് അസ്യൂംഡ് ദാറ്റ് എനി സ്റ്റഡി ഓഫ് മെൻ ഇൻ സൊസൈറ്റി ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂഡഡ് വുമൺ. പക്ഷേ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അവിഭാജ്യ ഘടകങ്ങളാണ് പുരുഷനും സ്ത്രീയും, രണ്ടുപേരും ആ സൊസൈറ്റിയുടെ അവിഭാജ്യ ഘടകങ്ങളാണ്. അപ്പോൾ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ രണ്ട് കൂട്ടരെയും കുറിച്ച് പഠിക്കേണ്ടതാണ്. പക്ഷേ അവിടെ മെൻ മാത്രമാണ് അവിടെ പഠിത്തത്തിൽ എപ്പോഴും വന്നുകൊണ്ടിരുന്നത്. ജെൻഡേർഡ് ആസ്പെക്ട് ഓഫ് സൊസൈറ്റി വെദർ ഇൻ ടേംസ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഓർ റോൾസ് വെർ അൺക്വസ്റ്റ്യൻഡ്. ജെൻഡർ വാസ് അസ്യൂംസ് ടു ബി പാർട്ട് ഓഫ് ദ നാച്ചുറൽ ഓർഡർ ഓഫ് തിങ്സ്. അപ്പോൾ ജെൻഡർ എന്ന് പറഞ്ഞത് നാച്ചുറൽ ഓർഡർ ഓഫ് തിങ്സിൽ പെട്ട ഒന്നാണെന്ന് ധരിച്ചുകൊണ്ട് അങ്ങനെ അങ്ങോട്ട് പോകുമായിരുന്നു. ദിസ് റെൻഡേർഡ് ജെൻഡർ ഇൻവിസിബിൾ ഇൻ ദ സ്റ്റഡി ഓഫ് മെൻ. അപ്പോൾ ഈ ദിസ് റെൻഡേർഡ് ജെൻഡർ ഇൻവിസിബിൾ ഇൻ ദ സ്റ്റഡി ഓഫ് മെൻ. അപ്പോൾ ദ എമർജൻസ് ഓഫ് ദ ഫെമിനിസ്റ്റ് മെത്തഡോളജി ചലഞ്ച്ഡ് ദിസ് വേ ഓഫ് സ്റ്റഡിങ് സൊസൈറ്റി. അപ്പോൾ ഇതുപോലെ സൊസൈറ്റീനെ കുറിച്ച് പഠിക്കുക. അപ്പോൾ സൊസൈറ്റിയിൽ പുരുഷന് തുല്യ സമത്വം തന്നെ സ്ത്രീക്കും വേണ്ടതാണ്, രണ്ടുപേരും തുല്യരാണ്. അവരുടെ കണക്കിൽ തന്നെ പകുതി ഭാഗം സ്ത്രീകൾ, പകുതി ഭാഗം പുരുഷന്മാരാണ്. അപ്പം അങ്ങനെയുള്ളപ്പോൾ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുമ്പോൾ ഒരു വിഭാഗത്തിനെ മാത്രം ഉൾപ്പെടുത്തിയിട്ട് അതാണ് ഫുൾ സൊസൈറ്റിയെ കുറിച്ചുള്ള പഠിത്തം എന്നുള്ള ധാരണ അത് ശരിയായിട്ടുള്ള ഒരു ധാരണയല്ല. അപ്പോൾ ദ എമർജൻസ് ഓഫ് ദ ഫെമിനിസ്റ്റ് മെത്തഡോളജി ചലഞ്ച്ഡ് ദിസ് വേ ഓഫ് സ്റ്റഡിങ് സൊസൈറ്റി. ഈ തരത്തിൽ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുന്ന ഈ രീതിയെ ഫെമിനിസ്റ്റുകൾ വെല്ലുവിളിക്കാൻ തുടങ്ങി. ഇൻ ദ ഇനീഷ്യൽ ഫേസ്, ഇപ്പൊ ഫെമിനിസ്റ്റുകൾ സ്ത്രീ സമത്വത്തിന് വേണ്ടി വാദിക്കുന്ന ആളുകൾ, സ്ത്രീ സ്വാതന്ത്ര്യത്തിന് വേണ്ടി അവർക്കും തുല്യാവകാശം സൊസൈറ്റിയിലുണ്ട്, ഏത് കാര്യത്തിലും അവരും തുല്യരായിരിക്കണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് വെച്ചുകൊണ്ട് പോകുന്നവർ, സോഷ്യലായാലും എക്കണോമിക് ആയാലും പൊളിറ്റിക്കലായാലും എഡ്യൂക്കേഷണലായാലും സമൂഹത്തിൽ സാമൂഹികമായിട്ട് അവർക്ക് തുല്യ അവകാശവും തുല്യ പരിഗണനയും വേണമെന്ന് വാദിക്കുന്നവരാണ് ഫെമിനിസ്റ്റുകൾ എന്ന് പറയുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു വാദ രീതി തന്നെയാണ്. ദ എമർജൻസ് ഓഫ് ദ ഫെമിനിസ്റ്റ് മെത്തഡോളജി ചലഞ്ച്ഡ് ദിസ് വാസ് ഓഫ് സ്റ്റഡിങ് സൊസൈറ്റി. ഇൻ ദ ഇനീഷ്യൽ ഫേസസ് ഓഫ് ഇറ്റ് എമർജ്ഡ് ആസ് എ ക്രിട്ടിക് ടു ദ പോസിറ്റീവ് എപ്പിസ്റ്റമോളജി ദാറ്റ് പ്രിവെയിൽഡ് ഇൻ ദ സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൽ ആ കാലഘട്ടം വരെ നിലനിന്നിരുന്ന ആ പോസിറ്റിവിസ്റ്റ് എപ്പിസ്റ്റമോളജിയുടെ ഒരു ഭാഗം പോലെയാണ് ഇത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇറ്റ് ക്വസ്റ്റ്യൻ ദ വേ ദാറ്റ് ജെൻഡർ had been largely ignored, studied and presented by the positives. They argued that almost
ആസ്പെക്ട്സ് ഓഫ് സൊസൈറ്റി ഇൻക്ലൂഡ് എ ജെൻഡേർഡ് പെർസ്പെക്റ്റീവ്. അപ്പോൾ ഒരുമാതിരി സൊസൈറ്റീനെ കുറിച്ച് പഠിക്കുന്ന എല്ലാ ആസ്പെക്ട്സും അതിനകത്ത് അതെല്ലാം ഒരു ജെൻഡേർഡ് ബേസ്ഡ് ആണ്. പക്ഷെ അവിടെ ജെൻഡേർഡ് ബേസ്ഡ് എന്ന് പറഞ്ഞാലും അവിടെ രണ്ടു കൂട്ടർക്കും, സ്ത്രീക്കും പുരുഷനും അവിടെ തുല്യ പരിഗണന ലഭിക്കുന്നില്ല. അവിടെ എപ്പോഴും പുരുഷന്മാർക്ക് മാത്രമാണ് മേധാവിത്വവും പരിഗണനയും സ്ഥാനവും ഒക്കെ കിട്ടുന്നത്. അവരെ കുറിച്ചുള്ള സ്റ്റഡിയാണ്. അപ്പോൾ സൊസൈറ്റിനെ കുറിച്ചുള്ള പഠിത്തം എന്ന് പറഞ്ഞാൽ അത് പുരുഷനെ കുറിച്ചുള്ള ഒരു പഠിത്തം പോലെയാണ് മാറിപ്പോകുന്നത്. അവിടെ സ്ത്രീകൾക്ക് അധികം സ്ഥാനം കൊടുക്കുന്നില്ലായിരുന്നു. അതാണ് ഈ ക്രിറ്റിക്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. ദ പ്രൊപ്പോണൻസ് ഓഫ് ദ ഫെമിനിസ്റ്റ് മെത്തഡോളജി ആർഗ്യൂഡ് ഫോർ എ മെത്തഡോളജി ദാറ്റ് മെയ്ഡ് ദ ജെൻഡേർഡ് ആസ്പെക്ട് ഓഫ് സൊസൈറ്റി വിസിബിൾ. അപ്പോൾ വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിൽ രണ്ടുപേർക്കും തുല്യ സ്ഥാനങ്ങൾ കൊടുത്തുകൊണ്ടുള്ള സ്റ്റഡിയാണ് വേണ്ടത്. രണ്ടുപേരെയും പരിഗണിക്കണം. സൊസൈറ്റിയുടെ വികാസത്തിന് പുരുഷനോടൊപ്പം സ്ത്രീയും തുല്യര് തന്നെയാണ്. അവരുടെ രണ്ടുപേരുടെയും വികാസം ഉണ്ടായാൽ മാത്രമേ സൊസൈറ്റിക്ക് വികാസം ഉണ്ടാവുകയുള്ളൂ, പുരോഗതി ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ രണ്ടു കൂട്ടരെയും പരിഗണിച്ചുകൊണ്ടുള്ള റിസർച്ചാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള ഒരു ധാരണയാണ് ഫെമിനിസ്റ്റുകൾ, ഒരു ഐഡിയയാണ് ഫെമിനിസ്റ്റുകൾ മുന്നോട്ട് വെക്കുന്നത്. ദെയർ ഈസ് നോ സിംഗിൾ മെത്തേഡ് ഓഫ് റിസർച്ച്. ദ ചാപ്റ്റർ looks at the way the feminist methodologies has changed and evolved over a period of time. The broad themes in the feminist methodology are as follows. അപ്പോൾ ബ്രോഡ് തീംസ് ഫെമിനിസ്റ്റ് മെത്തഡോളജിയുടെ പറഞ്ഞിരുന്നത് ഈ താഴെ തന്നിരിക്കുന്ന 2 പോയിന്റുകളിലൂടെ സ്പഷ്ടമാകുന്നുണ്ട്. ഫസ്റ്റ് വൺ, ദി എമർജൻസ് ഓഫ് ദ ഫെമിനിസ്റ്റ് മെത്തഡോളജി ആസ് എ റിബ്യൂട്ടൽ ടു റിസർച്ച് മെത്തേഡ്. റിബ്യൂട്ടൽ ടു അതുവരെ നിലനിന്നിരുന്ന റിസർച്ച് മെത്തേഡിന് ഒരു തിരിച്ചടി പോലെയായിരുന്നു. എമർജൻസ് ഓഫ് ദ ഫെമിനിസ്റ്റ് മെത്തഡോളജി ദാറ്റ് വെയർ പോസിറ്റീവ്സ് ആൻഡ് വെയർ സപ്പോസ് ടു ബി വാല്യൂ ന്യൂട്രൽ. അതുവരെയുള്ള റിസർച്ചേഴ്സ് ഒരു പോസിറ്റീവിസ്റ്റ് ആണ്, വാല്യൂ ന്യൂട്രൽ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നെങ്കിലും അന്നേ വരെയുള്ള മെത്തഡോളജിയുടെ റിസർച്ചിന് ഒരു തിരിച്ചടിയായിട്ടാണ് ഫെമിനിസ്റ്റ് മെത്തഡോളജിയുടെ ഉദയം. ദെയർ ഹാവ് ബീൻ, സെക്കൻഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ, ദെയർ ഹാവ് ബീൻ ഡിബേറ്റ്സ് അബൌട്ട് ദ മെത്തേഡ് ദാറ്റ് ഷുഡ് ബി യൂസ് ടു സ്റ്റഡി സൊസൈറ്റി. സൊസൈറ്റിനെ കുറിച്ച് എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ച് ഡിബേറ്റ്സ് ഉണ്ടായിരുന്നു. These debates have varied from the need to study society as lived experience and the need to study it in a scientific objective manner. അപ്പം ഈ ഡിബേറ്റ്സിലൊക്കെ ഉരുത്തിരിഞ്ഞ ആശയം എന്ന് പറഞ്ഞാൽ the need to study society as lived experience, ജീവിക്കുന്ന എക്സ്പീരിയൻസ് വെച്ച് വേണം സൊസൈറ്റിയെ പഠിക്കേണ്ടത്. ആൻഡ് the need to study it is in scientific ഒബ്ജക്റ്റീവ് മാനർ, സയൻറ്റിഫിക് ആയിരിക്കണം, ഒബ്ജക്റ്റീവ് മാനർ, വസ്തുനിഷ്ഠമായിട്ട് ശാസ്ത്രീയ രീതിയിൽ കൂടിയുള്ള പഠനങ്ങളാണ് ഇതിന് നടത്തേണ്ടതെന്നും ഈ ഡിബേറ്റ്സുകളിൽ വ്യക്തമാക്കുന്നുണ്ടായിരുന്നു. ഇനി ദ ബിഗിനിങ്സ്, ദ വാല്യൂസ് ഓഫ് റേഷണാലിറ്റി, ഫ്രീഡം ഫ്രം റിലീജിയസ് ഡോഗ്മ, ഐഡിയാസ് ഓഫ് പ്രോഗ്രസ് ആൻഡ് എ ലിങ്കിങ് ഓഫ് പ്രോഗ്രസ് വിത്ത് ക്യാപിറ്റലിസം വെർ ദ മെയിൻ തീംസ് ദാറ്റ് ഡോമിനേറ്റഡ് സോഷ്യോളജി. അപ്പോൾ സോഷ്യോളജിയിൽ നിലനിന്നിരുന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞാലും മുഖ്യമായിട്ട് വാല്യൂസ് ഓഫ് റാഷണാലിറ്റി, അതുപോലെ ഫ്രീഡം ഫ്രം റിലീജിയസ് ഡോഗ്മ, അതുപോലെ ഐഡിയാസ് ഓഫ് പ്രോഗ്രസ് ആൻഡ് ലിങ്കിങ് ഓഫ് പ്രോഗ്രസ് വിത്ത് ക്യാപിറ്റലിസം. ഇതൊക്കെയാണ് മെയിൻ തീമായിട്ട് സോഷ്യോളജിയിൽ മണ്ഡലത്തിൽ നിലനിർന്ന അറിവുകൾ, അല്ലെങ്കിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ അതിലുണ്ടായിരുന്ന ജ്ഞാനകോശത്തിൽപ്പെട്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതൊക്കെയായിരുന്നു. എപ്പിസ്റ്റിമോളജി ആൻഡ് ഓണോട്ടോളജിക്കൽ പൊസിഷൻ ദാറ്റ് ദേ ലുക്ക് വെയർ പ്രിഡോമിനൻ്റ്ലി പോസിറ്റിവിസ്റ്റ്. അപ്പോൾ പോസിറ്റിവിസ്റ്റ് വ്യൂ പോയിന്റ് കൂടിയാണ് എല്ലാം ഈ എപ്പിസ്റ്റിമോളജി, ഓണോട്ടോളജിക്കൽ പൊസിഷൻസും ഒക്കെ വീക്ഷിച്ചിരുന്നത്. ദെയർ വാസ് എ ബിലീഫ് ദാറ്റ് ഹ്യൂമൻസ് ഹാഡ് ഡെവലപ്ഡ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റി ആൻഡ് വി വെർ കമ്മിറ്റഡ് ടു ഇറ്റ്സ് ഡെവലപ്മെന്റ്. അപ്പം ഇങ്ങനെയുള്ളൊരു വിശ്വാസമാണ് ആളുകളിൽ ഉടലെടുത്തിരുന്നത്. എന്താണ്? there was a belief that humans had developed എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയെ കുറിച്ചുള്ള ആ അറിവുകൾ ആളുകളിൽ ഒരു പ്രത്യേക തരത്തിൽ നന്നായിട്ട് പുരോഗമിക്കണം. ആൻഡ് വി വെയർ കമ്മിറ്റഡ് ടു ഇറ്റ്സ് ഡെവലപ്മെൻറ്റ്. എന്നാൽ മാത്രമേ നമുക്ക് ഇതിൻ്റെ സൊസൈറ്റിയുടെ പുരോഗമനത്തിൽ ശരിക്കും ഭാഗവാക്കാവണമെങ്കിൽ നമ്മളും അതിനെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം എന്നുള്ളൊരു ധാരണയാണ് അന്നുണ്ടായിരുന്നത്. ഫസ്റ്റ് സെറ്റ് ഓഫ് സ്കോളേഴ്സ് ഹു ബിഗൻ സ്റ്റഡിങ് സൊസൈറ്റി യൂസ് ദ പോസിറ്റിവിസ്റ്റ് അപ്രോച്ച്. അപ്പോൾ ഫസ്റ്റ്
ഫസ്റ്റ് സെറ്റ് ഓഫ് സ്കോളേഴ്സ്, ആദ്യത്തെ സെറ്റ് ഓഫ് സ്കോളേഴ്സ് ഹു ബിഗൻ സ്റ്റഡിങ് സൊസൈറ്റി യൂസ് ദ പോസിറ്റിവിസ്റ്റ് അപ്രോച്ച്. അപ്പൊ ഈ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ ആരംഭിച്ചപ്പോൾ ആദ്യത്തെ സ്കോളേഴ്സ്, പണ്ഡിതന്മാരെന്ന് പറഞ്ഞതെല്ലാം അവരുടെ യൂസ് ചെയ്തിരുന്ന അപ്രോച്ച് എന്ന് പറഞ്ഞാൽ അതൊരു പോസിറ്റിവിസ്റ്റ് അപ്രോച്ച് ആയിരുന്നു. പോസിറ്റിവിസം ഇൻ ദ സോഷ്യൽ സയൻസ് വെർ ലെഡ് ബൈ തിയറിസ്റ്റ് സച്ച് ആസ് ഓഗസ്റ്റ് കോംപ്റ്റ് ആൻഡ് എമിൽ ഡർക്കിൻ. നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഓഗസ്റ്റ് കോംപ്റ്റിനെയും ഡർക്കിങ്ങിനെ കുറിച്ചൊക്കെ. അവരാണ് ഈ പോസിറ്റിവിസം സോഷ്യൽ സയൻസിലേക്ക് കൊണ്ടുവന്നത്. അത് സോഷ്യലിസം അല്ല, സൊസൈറ്റിയെ കുറിച്ച് പഠിക്കേണ്ടത് പോസിറ്റിവിസം യൂസ് ചെയ്തിട്ടാണ്. അതിൻ്റെ മെത്തേഡിനെയാണ് അവർ പോസിറ്റിവിസ്റ്റ് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ദ പോസിറ്റിവിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ് ഇറ്റ് വാസ് ഇമ്പോർട്ടൻറ്റ് ടു സ്റ്റഡി സൊസൈറ്റി ഫ്രം സയൻറ്റിഫിക് പെർസ്പെക്റ്റീവ്. അപ്പോൾ പോസിറ്റിവിസ്റ്റിൻ്റെ വിശ്വാസം എന്തായിരുന്നു? അവർ പറഞ്ഞിരുന്നത് സൊസൈറ്റിയെ കുറിച്ച് ഒരു സയൻറ്റിഫിക് സ്റ്റഡി നടത്തുക, സയൻറ്റിഫിക് സ്റ്റഡി എന്നുള്ള കാഴ്ചപ്പാട് സൊസൈറ്റിയെ കുറിച്ചുള്ളത്, അത് പോസിറ്റിവിസ്റ്റ് വ്യൂ കൂടിയേ നടത്താൻ പറ്റുള്ളൂ. ദേ വർക്ക്ഡ് വിത്ത് ദ വിഷൻ ഓഫ് ഫോർമുലേറ്റ് യൂണിവേഴ്സൽ ലോസ് ഫോർ ദ സ്റ്റഡി ഓഫ് സൊസൈറ്റീസ്. അപ്പോൾ സൊസൈറ്റിനെ കുറിച്ച് പഠിക്കാൻ അവർ അതിനു വേണ്ടിയിട്ട് യൂണിവേഴ്സൽ ലോസും നിർമ്മിക്കുകയുണ്ടായി. സോഷ്യൽ സ്ട്രക്ചേഴ്സ് വെർ സീൻ ആസ് കമ്പയറബിൾ ടു ദ നാച്ചുറൽ വേൾഡ്. അപ്പോൾ അവരുടെ തിയറിയൊക്കെ ബേസ് ചെയ്തത് ഇങ്ങനെയാണ്. സോഷ്യൽ സ്ട്രക്ചർ സീൻ ആസ് എ കമ്പയറബിൾ ടു ദ നാച്ചുറൽ വേൾഡ്. സോഷ്യൽ വേൾഡിനെ അവർ നാച്ചുറൽ വേൾഡിനോട് കമ്പയർ ചെയ്തിട്ട് നാച്ചുറൽ വേൾഡിൽ തിങ്സ് എങ്ങനെയാണ് അതുപോലെ തന്നെയാണ് സോഷ്യൽ വേൾഡിലെ തിങ്സും. അതുപോലെ തന്നെ നാച്ചുറൽ വേൾഡിനെ നമുക്ക് എങ്ങനെ പഠിക്കാൻ പറ്റും അതുപോലെ തന്നെ സോഷ്യൽ വേൾഡിനെയും പഠിക്കാം എന്നുള്ള കാഴ്ചപ്പാടാണ് ഈ പോസിറ്റിവിസ്റ്റുകൾക്ക് ഉണ്ടായിരുന്നത്. ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് ദ മെത്തേഡ്സ് ഓഫ് ദ നാച്ചുറൽ സയൻസ് കുഡ് ബി അപ്ലൈഡ് ടു സ്റ്റഡി സൊസൈറ്റി. അപ്പോൾ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ, നാച്ചുറൽ സയൻസിനെ കുറിച്ച് പഠിക്കാൻ ഏതെല്ലാം മെത്തേഡ് യൂസ് ചെയ്യണം ആ മെത്തേഡ് നമുക്ക് സോഷ്യൽ സ്റ്റഡീസിനെ കുറിച്ച് അല്ലെങ്കിൽ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാനും യൂസ് ചെയ്യാന്നുള്ള അഭിപ്രായക്കാരായിരുന്നു ഈ കൂട്ടർ. ദ ടാസ്ക് ഓഫ് ദ പോസിറ്റിവിസ്റ്റ് വാസ് ടു സ്റ്റഡി സോഷ്യൽ ഫാക്ട്സ്. അപ്പോൾ ടാസ്ക് ഓഫ് ദ പോസിറ്റിവിസ്റ്റിന്റെ ആ ടാസ്ക് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ഫാക്ട്സിനെ പഠിക്കുക എന്നുള്ളതായിരുന്നു. ദേ സ്റ്റഡീഡ് സൊസൈറ്റി എന്ന് പറയുന്ന സോഷ്യൽ ഫാക്റ്റാൽ നിർമ്മിതമാണ്. അതുകൊണ്ട് സൊസൈറ്റിയെ പഠിക്കുക എന്നുള്ളതിന് പകരം സോഷ്യൽ ഫാക്ട്സിനെ പഠിച്ചാൽ മതി എന്നുള്ള ഒരു കാഴ്ചപ്പാടായിരുന്നു പോസിറ്റിവിസ്റ്റുകൾക്ക് ഉള്ളത്. ദേ സ്റ്റഡീഡ് സൊസൈറ്റീസ് ലൈക്ക് എ ബയോളജിസ്റ്റ് വുഡ് സ്റ്റഡി എ പ്ലാന്റ് ഓർ ആനിമൽ. ബയോളജിസ്റ്റ് ഒരു പ്ലാന്റിനെ കുറിച്ചോ ആനിമലിനെ കുറിച്ചോ എങ്ങനെ പഠിക്കണം ആ രീതി ഉപയോഗിച്ചാണ് അവരും സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ തുടങ്ങിയത്. ഫോക്കസ് വാസ് ഓൺ ഒബ്ജക്ടിവിറ്റി, റിലയബിലിറ്റി ആൻഡ് വാലിഡിറ്റി. അപ്പോൾ അവരുടെയും ഫോക്കസ് ഒബ്ജക്ടിവിറ്റി, റിലയബിലിറ്റി, വാലിഡിറ്റി ഇതിനെല്ലാം ആശ്രയിച്ചായിരുന്നു. ദേ ബിലീവ്ഡ് ദാറ്റ് ദേ വർ സ്റ്റഡിങ് സൊസൈറ്റീസ് ഇൻ എ ന്യൂട്രൽ ഇമ്പാർഷ്യൽ മാനർ. അവർ വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസം ഇങ്ങനെയായിരുന്നു, അവർ സൊസൈറ്റിനെ പഠിക്കുന്നത് ഒരു ന്യൂട്രൽ ഇമ്പാർഷ്യൽ മാനറിലാണ്. ജസ്റ്റ് ലൈക്ക് എ കെമിസ്റ്റ് ഓർ എ ബയോളജിസ്റ്റ് വുഡ് സ്റ്റഡി എ കെമിക്കൽ റിയാക്ഷൻ ഓർ ആനിമൽ സ്പെസിസ്. അപ്പോൾ ഫിസിക്കൽ സയൻറ്റിസ്റ്റ് അല്ലെങ്കിൽ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻറ്റിസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ എങ്ങനെ പഠിക്കണം, നാച്ചുറൽ സയൻറ്റിസ്റ്റുകൾ സ്പെസിസിൻ്റെ പ്രത്യേകത ആനിമൽ സ്പെസിസിനെ എങ്ങനെ പഠിക്കണം, അതേപോലെ തന്നെ സോഷ്യോളജിയിൽ സൊസൈറ്റീസിനെ കുറിച്ച് പഠിക്കാം എന്നുള്ള ഒരു ധാരണയാണ് അവർ പുറപ്പെടുവിച്ചിരുന്നത്. അതേഴ്സ് ലൈക്ക് മാക്സ് വെബർ വെർ ക്രിട്ടിക്കൽ ഓഫ് ദ പോസിറ്റിവിസ്റ്റ്. ഈ പോസിറ്റിവിസ്റ്റിൻ്റെ ഈ കാഴ്ചപ്പാടിനോട് ഒരു വിമർശനാത്മകമായ ഒരു സമീപനമാണ് മാക്സ് വെബർ സ്വീകരിച്ചത്. വെബർ സ്റ്റഡീഡ് സൊസൈറ്റീസ് ത്രൂ ദ മെത്തേഡ് ഓഫ് സബ്ജക്റ്റീവ് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് വെർസൻഹൈൻ. വെബർ സൊസൈറ്റീനെ, അദ്ദേഹത്തിൻ്റെ സോഷ്യൽ ആക്ഷനെയൊക്കെ പഠിച്ചത് നമ്മൾ കണ്ടതാണ് വെബറിൽ. വെബർ സ്റ്റഡീഡ് സൊസൈറ്റീസ് ത്രൂ ദ മെത്തേഡ് ഓഫ് സബ്ജക്റ്റീവ് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് വെർസൻഹൈൻ. അത് ഒരു ജർമ്മൻ പദമാണ്. അപ്പോൾ ഈ രണ്ട് രീതിയിൽ കൂടി സബ്ജക്റ്റീവ് ഇന്റർപ്രിറ്റേഷനും വെർസൻഹൈനും ആ രണ്ട് മെത്തേഡിൽ കൂടിയാണ് അദ്ദേഹം സൊസൈറ്റിയെ പഠിച്ചിരുന്നത്. ഹി ബിലീവ്ഡ് ദാറ്റ് ദ മെത്തേഡ് ഓഫ് ദ നാച്ചുറൽ സയൻസ് വെർ നോട്ട് അപ്രോപ്രിയേറ്റ് ഫോർ ദ സ്റ്റഡി ഓഫ് സൊസൈറ്റീസ്. അദ്ദേഹത്തിൻ്റെ വിശ്വാസം ഇങ്ങനെയായിരുന്നു, നാച്ചുറൽ സയൻസിനെ പഠിക്കാൻ ഉപയോഗിക്കുന്ന ആ മെത്തേഡ് സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാൻ അനുയോജ്യമല്ല എന്നൊരു ചിന്താഗതിയായിരുന്നു വെബറിനുണ്ടായത്. ഫോർ ഹിം സോഷ്യോളജിക്കൽ സ്റ്റഡി വാസ് വാല്യൂ ഫ്രീ ഇൻ ദ സെൻസ് ദാറ്റ് ഇറ്റ് ഈസ് റാഷണാലിറ്റി
was defined by the community of social science and the culture prevailing at that time. അപ്പോൾ for him sociological study was value free in the sense. അപ്പോൾ സോഷ്യോളജിക്കൽ സ്റ്റഡി എന്ന് പറഞ്ഞാൽ അത് വാല്യൂ ഫ്രീ ആയിരിക്കണം എന്നുള്ള ഒരു അഭിപ്രായമാണ്. ദാറ്റ് ഇറ്റ്സ് റാഷണാലിറ്റി വാസ് ഡിഫൈൻഡ് ബൈ ദ community of social scientists and the culture prevailing at the time. For Weber, the choice of the subject matter for research was not value free. അപ്പോൾ ഫോർ വെബറിൻ്റെ അഭിപ്രായത്തിൽ ദ ചോയ്സ് ഓഫ് ദ സബ്ജക്ട് മാറ്റർ ഫോർ റിസർച്ചിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെടുന്ന ആ സബ്ജക്ട് മാറ്റർ ഇറ്റ് വാസ് നോട്ട് വാല്യൂ ഫ്രീ. അതൊരിക്കലും വാല്യൂ ഫ്രീ അല്ല. ഹവർ വൺസ് ദ ചോയ്സ് വാസ് മെയ്ഡ്, അപ്പോൾ നമ്മളൊരു ചോയ്സ് ഇപ്പോൾ ഒരു സബ്ജക്റ്റ് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ദെൻ ദ സ്റ്റഡി വാസ് ഡൺ ഇൻ ദ വാല്യൂ ഫ്രീ മാനർ. അപ്പോൾ അങ്ങനെ അപ്പോൾ വസ്തുക്കൾ എന്ന് പറഞ്ഞാൽ അത് വാല്യൂ ഫ്രീ അല്ല, പക്ഷെ പഠിക്കേണ്ടത് വാല്യൂ ഫ്രീ ആയിട്ടാണ്. അതുകൊണ്ട് ആ സബ്ജക്റ്റ് നമ്മൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞാൽ, വിഷയം അല്ലെങ്കിൽ പ്രോബ്ലം എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വാല്യൂ ഫ്രീ മാനറിലാണ് മുന്നോട്ട് പോകേണ്ടതെന്നുള്ള അഭിപ്രായക്കാരനാണ് അദ്ദേഹം. ദ സബ്ജക്ട് മാറ്റർ ചൂസൺ ഫോർ റിസർച്ച് ഇൻ ദ വെബേറിയൻ സെൻസ് വുഡ് ബി ഇൻഫ്ലുവൻസ്ഡ് ബൈ ദ പ്രിവെയിലിംഗ് നോംസ് ഓഫ് റിസർച്ച്. ദ സബ്ജക്ടിവിറ്റി ഫോർ വെബർ ഇൻ ദ സോഷ്യൽ സയൻസ് വുഡ് ബി ഡിറ്റർമിൻഡ് ബൈ ദ ഒണോട്ടോളജിക്കൽ ഓറിയന്റേഷൻ ഓഫ് ദ റിസർച്ചേഴ്സ് ദംസെൽവ്സ്. അപ്പൊ ആ അറിവിന്റെ ചട്ടക്കൂടിൽ എങ്ങനെയാണ് റിസർച്ചർ നിൽക്കണം അതിനനുസരിച്ച് ആയിരിക്കും ഈ റിസർച്ചിന്റെ മുന്നോട്ടുള്ള പോക്ക് അല്ലെങ്കിൽ ഒബ്ജക്ടിവിറ്റി. വെബറിന്റെ അഭിപ്രായത്തിൽ വെബേഴ്സ് വെർഷൻ ഫോർ എ വാല്യൂ ഫ്രീ സോഷ്യൽ സയൻസ് വാസ് ഫ്രോഡ്. പക്ഷേ വെബറിന്റെ ഈ കാഴ്ചപ്പാട് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല എന്നത്. ഇറ്റ് വാസ് എ വാല്യൂ ഫ്രീ സോഷ്യൽ സയൻസ് വാസ് ഫ്ലോഡ്. അതൊരു ഫോൾസ് ആയിട്ടുള്ള ചിന്താഗതിയാണ്. ദ ഫെമിനിസ്റ്റ് ആർഗ്യൂഡ് ദാറ്റ് ഒണോട്ടോളജി ഓഫ് ദ റിസർച്ചർ ഡിറ്റർമിൻ ദ ചോയ്സ് ഓഫ് ദ ടോപ്പിക്സ് ഓഫ് റിസർച്ച്. ദ ഫെമിനിസ്റ്റ് വാദിച്ചിരുന്നത് എങ്ങനെയാണ്? ദ ഒണോട്ടോളജി ഓഫ് ദ റിസർച്ചർ, ആ റിസർച്ചറിന്റെ എന്തിനെ കുറിച്ച് ഗവേഷണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നോ ആ ടോപ്പിക്, ആ വിഷയം, അതിന്റെ ജീവസത്ത, അത് ഡിറ്റർമിൻ ദ ചോയ്സ് ഓഫ് ദ ടോപ്പിക് ഓഫ് റിസർച്ച്. സിൻസ് ജെൻഡർ വാസ് ഓൾമോസ്റ്റ് ഇൻവിസിബിൾ ഇൻ റിസർച്ച്, ദിസ് മീൻ ദാറ്റ് ദ എപ്പിസ്റ്റമോളജി ഓഫ് ദ സോഷ്യൽ സയൻസ് ഇറ്റ്സെൽഫ് വാസ് ബേസ്ഡ് ഓൺ എ ഫോൾസ്ലി വാല്യൂ ഫ്രീ പ്രിമൈസസ്. The interpretation of social action was also based on this flawed version. അപ്പോൾ ഈ വെബറിന്റെ അഭിപ്രായത്തിൽ സ്റ്റഡി ഓഫ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ സ്റ്റഡി ഓഫ് സോഷ്യൽ ആക്ഷൻ ആണ്. അപ്പോൾ ദ ഇന്റർപ്രിറ്റേഷൻ ഓഫ് സോഷ്യൽ ആക്ഷൻ വാസ് ഓൾസോ ബേസ്ഡ് ഓൺ ദിസ് ഫ്ലോഡ് വേർഷൻ. അപ്പോൾ അവിടെ ഈ തെറ്റായ ധാരണ നിലനിൽക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ഓഫ് റിയാലിറ്റി ഷെയർഡ് ബൈ ദ റിസർച്ചർ ആൻഡ് ദ റിസർച്ച് സബ്ജക്റ്റ്. റിസർച്ച് സബ്ജക്റ്റും റിസർച്ചർ തിരഞ്ഞെടുക്കുന്ന ആ സംഗതിയുടെ ആ റിയാലിറ്റി, അതിന്റെ അനുമാനങ്ങളിലും തെറ്റുകൾ വരാൻ സാധ്യതയുണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ് വെബർ. ഇതിൽ വന്നിരിക്കുന്ന ഈ ക്വസ്റ്റ്യൻസിന്റെ ആൻസേഴ്സ് എല്ലാം ശരിക്കും പഠിക്കുക, അത് പരീക്ഷയ്ക്ക് വരാം. ഈ ചാപ്റ്ററിൽ നിന്ന് സാധാരണ എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻസും ഉണ്ടാവും, അതുപോലെ തന്നെ ഷോർട്ട് നോട്ട് ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ചാപ്റ്ററാണ്, യൂണിറ്റ് ആണ് ഈ ഫെമിനിസ്റ്റ് പെർസ്പെക്റ്റീവ്സ് എന്നുള്ള ആ ചാപ്റ്റർ. ഇനി അടുത്തത് ദ ക്രിട്ടിക് ഓഫ് ദ ഡൊമിനന്റ് ആൻഡ്രോസെൻട്രിക് മെത്തഡോളജീസ്. ആൻഡ്രോസെൻട്രിക്സ് എന്ന് പറഞ്ഞാൽ പുരുഷ മേധാവിത്വമുള്ള ആ മെത്തഡോളജി. ദ ക്രിട്ടിക് ഓഫ് ദ ഡൊമിനന്റ് ആൻഡ്രോസെൻട്രിക് മെത്തഡോളജീസ് അതെന്താന്ന് നോക്കാം. ഫെമിനിസ്റ്റ് മെത്തഡോളജി വാസ് ക്രിട്ടിക്കൽ ഓഫ് ദിസ് വിഷൻ ഓഫ് സൊസൈറ്റി. അപ്പൊ സൊസൈറ്റിയുടെ കാഴ്ചപ്പാടിനെ കുറിച്ച്, പുരുഷ മേധാവിത്വം സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുക എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഗവേഷണങ്ങളും പഠനങ്ങളും ഒക്കെ പുരുഷന്മാരാണ് നടത്തിയിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ അവര് നടത്തിയിരുന്ന ആ സൊസൈറ്റിനെ കുറിച്ചുള്ള പഠനം, അപ്പൊ അതിൽ പീപ്പിൾ, ജനങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ വരുന്നത് ആ ഘടകത്തിൽ പുരുഷന്മാർ മാത്രമേ വരുന്നുള്ളൂ, സ്ത്രീകളെ അവിടെ പ്രതിപാദിക്കപ്പെടുന്നില്ലായിരുന്നു. അപ്പൊ സ്ത്രീയും പുരുഷനും ഉൾപ്പെട്ടതാണ് സൊസൈറ്റി. അപ്പൊ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കാന്ന് പറഞ്ഞാൽ ഈ 2 കൂട്ടരുടെയും കാഴ്ചപ്പാടുകൾ അവിടെ വേണം. അവര് രണ്ടുപേരും ഒന്നിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സൊസൈറ്റിക്ക് പുരോഗതി ഉണ്ടാവുള്ളൂ. അതുപോലെ ആ കാഴ്ചപ്പാട്, ശരിയായിട്ടുള്ള കാഴ്ചപ്പാട് ആകുകയും ചെയ്യുള്ളൂ. അപ്പൊ പ്രോഗ്രസ് ഇൻ സൊസൈറ്റി വാസ് ആട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് റാഷണൽ ഹ്യൂമൻ തോട്ട്. അപ്പൊ പ്രോഗ്രസ് ഇൻ സൊസൈറ്റിയുടെ
പ്രോഗ്രസ് എന്ന് വെച്ചാൽ വാസ് ആട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് റാഷണൽ ഹ്യൂമൻ തോട്ട്. യുക്തിപരമായ, ചിന്താപരമായ, ബുദ്ധിപൂർവമായിട്ടുള്ള ഹ്യൂമൻ തോട്ടിനെ ആശ്രയിച്ചാണ് സൊസൈറ്റിയുടെ പ്രോഗ്രസ് നിലനിൽക്കുന്നത്. ഡിഫോൾട്ട് അണ്ടർസ്റ്റാൻഡിങ് വാസ് ദാറ്റ് ഇറ്റ് അസ്യൂംഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് വെർ റെപ്രസെൻറ്റഡ് ബൈ മാൻ. അപ്പോൾ തെറ്റായ ഒരു ധാരണ വെച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞാൽ അത് ശരിയായിട്ടുള്ള ഒരു ഗവേഷണ മാർഗം അല്ല. ദ ഡിഫോൾട്ട് അണ്ടർസ്റ്റാൻഡിങ് വാസ് ദാറ്റ് ഇറ്റ് അസ്യൂംഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് വെർ റെപ്രസെൻറ്റഡ് ബൈ മെൻ. അപ്പോൾ ഹ്യൂമൻ ബീയിങ്സ്, മാനവരാശി എന്ന് പറഞ്ഞാൽ അത് റെപ്രസെന്റ് ചെയ്യുന്നത് മെൻ മാത്രമാണ്. അവിടെ സ്ത്രീക്ക് സ്ഥാനമില്ല എന്നുള്ള ഒരു ഭാഗം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റായിട്ടുള്ള ഒരു ധാരണയാണ്. സ്ത്രീക്കും പുരുഷനും തുല്യ ഭാഗധേയത്വമാണ് സൊസൈറ്റിയിലുള്ളത്. രണ്ടുപേർക്കും തുല്യ സമത്വമാണ് വേണ്ടത്. രണ്ടുപേർക്കും ഓരോ കാര്യത്തിന്റെ നിർമ്മിതിയിലും ശരിയായിട്ടുള്ള സ്ഥാനം ലഭിക്കണം. എന്നാൽ മാത്രം സൊസൈറ്റി ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോവുകയുള്ളൂ, പ്രഗതിയിലേക്ക് എത്തുകയുള്ളൂ. അപ്പൊ അതിന് എതിരായിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ് അതുവരെ നിന്നിരുന്നത്. ഇറ്റ് അസ്യൂംഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദോസ് ഹു കോൺട്രിബ്യൂട്ടഡ് ടു ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി വെർ മെൻ ആൻഡ് ദെയർ ബ്രദർഹുഡ്. അപ്പൊ ഈ ഫെമിനിസ്റ്റുകളുടെ മെത്തഡോളജി വരികയും അന്ന് നിലനിന്നിരുന്ന ആ മെത്തഡോളജീനെ വിമർശിക്കുകയും ചെയ്യുന്ന സമയത്ത് അവിടെ സൊസൈറ്റിയെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് അത് പുരുഷന്മാരാണ് പഠിക്കുന്നതെങ്കിൽ അത് ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ച് പഠിക്കുക എന്ന് പറഞ്ഞാൽ അവിടെ മെൻ മാത്രമാണ് വരുന്നത്. അവിടെ സ്ത്രീക്ക് അവിടെ സ്ഥാനം വരുന്നില്ലായിരുന്നു. ഇറ്റ് അസ്യൂംഡ് ദാറ്റ് ഹ്യൂമൻ ബീയിങ്സ് ആൻഡ് ദോസ് ഹു കോൺട്രിബ്യൂട്ട് ദ ഡെവലപ്മെന്റ് ഓഫ് സൊസൈറ്റി. സൊസൈറ്റിയുടെ ഡെവലപ്മെന്റിന് കോൺട്രിബ്യൂട്ട് ചെയ്യണ ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ അവിടെ അർത്ഥമാക്കിയിരുന്നത് പുരുഷന്മാർ മാത്രം, അല്ലെങ്കിൽ അവരുടെ സഹോദരന്മാർ, ഇവര് മാത്രമാണ് അതിൽ ഭാഗവാഹികൾ എന്നുള്ള ഒരു ചിന്താഗതിയാണ് അതുവരെ നിന്നിരുന്നത്. ദേ ഹാഡ് വെരി ലിറ്റിൽ ടു സേ ഓൺ ഇഷ്യൂസ് റിലേറ്റഡ് ടു ജെൻഡർ. ജെൻഡറിനെ കുറിച്ചുള്ള ഇഷ്യൂസിനെ കുറിച്ച് അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പൊ ഹ്യൂമൻ ബീയിങ്സിന്റെ പ്രഗതി, ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ ദാറ്റ് ഈസ് ഓൾ ഡിപ്പെൻഡ് അപ്പോൺ മെൻ. പുരുഷന്മാരുടെ മേധാവിത്വം. കാരണം നമ്മുടെ മിക്കവാറും സൊസൈറ്റികൾ തന്നെ പുരുഷ മേധാവിത്വമുള്ള സൊസൈറ്റികളാണ്. ഇവിടെ പാർക്കിയോളജിക്കൽ അങ്ങനത്തെ ഒരു സെറ്റപ്പാണ്. പുരുഷനാണ് എല്ലായിടത്തും മേധാവിത്വം കൊടുക്കുന്നത്. അങ്ങനെയുള്ളൊരു ധാരണയുള്ളത് കൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഈ ഹ്യൂമൻ ബീയിങ്സിനെ കുറിച്ചുള്ള സ്റ്റഡി എന്ന് പറഞ്ഞാൽ അതിന്റെ ബേസ് മെൻ ആൻഡ് ദെയർ ബ്രദർഹുഡ് എന്നുള്ള ഒരു മീനിങ് ആണ് വരുന്നത്. അവിടെ സ്ത്രീക്ക് സ്ഥാനം നിഷേധിക്കപ്പെട്ടിരുന്നുണ്ട്. നോർ ഡിഡ് ദേ ഹാവ് മച്ച് ടു സേ ഓൺ ദി ഇമ്പാക്ട് ഓഫ് ദീസ് ചേഞ്ചസ് ഓൺ വുമൺ. അപ്പൊ ഈ ഇമ്പാക്റ്റ് ചേഞ്ചസ് വുമണിൽ എങ്ങനെ ഉണ്ടാക്കണം. അപ്പൊ ഓരോ കാര്യത്തിനെയും കുറിച്ച് പഠിക്കുമ്പോൾ പുരോഗതി ഉണ്ടാവുമ്പോൾ ചേഞ്ചസ് രണ്ടു കൂട്ടർക്കും ഒരേപോലെ അവകാശപ്പെട്ടതാണ്. പക്ഷെ വുമണിനെ സംബന്ധിച്ച് ഇത്തരം കാര്യങ്ങളിൽ ആ ഗവേഷണ പദ്ധതിയിൽ ഉൾപ്പെടാനോ രാജ്യപുരോഗതിയിൽ സ്ഥാനം നേടാനോ ഇതുപോലെയുള്ള ഗവേഷണങ്ങൾ അവരെ സഹായിക്കുന്നുണ്ടായിരുന്നില്ല. അവരവിടെ ഒരു സൈലന്റ് ആയിരുന്നു, അവരെ കാണാൻ കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാം പുരുഷ മേധാവിത്വത്തിന്റെ കീഴിലാണ് കാര്യങ്ങളെല്ലാം നടന്നിരുന്നത്. അപ്പൊ ഇതിന് എതിരായിട്ടാണ് ഫെമിനിസ്റ്റ് മെത്തഡോളജി ക്രിട്ടിസൈസ് ആയിട്ട് മുന്നോട്ട് വന്നത്. ക്രിറ്റിസിസം ഓഫ് ദ ഡൊമിനന്റ് പോസിറ്റീവ്സ് മെത്തഡോളജി പ്രിവേലന്റ് ഇൻ ദ സോഷ്യൽ science has been at several levels. The positivist approach was critiqued for its emphasis on the value-free objectivity. The dominance of reason, rationality, and empiricism in the 19th century had a false premises of objectivity. Women were excluded from research. The views on women of the leading thinkers at the point were biased. Thinkers like Jean-Jacques Rousseau and Kant deemed women to be a weaker sex. അതുകൂടാണ്ട് അന്നത്തെ എഴുത്തുകാരും സ്ത്രീകളെ കുറിച്ച് വളരെ താഴ്ന്ന ഒരു രീതിയിലെ ചിന്താഗതികളാണ് അവതരിപ്പിച്ചിരുന്നത്. ഉദാഹരണത്തിന് റൂസോ, കാണ്ട് മുതലായ ചിന്തകന്മാര് വീക്കർ സെക്സ് ആയിട്ടാണ് വുമണിനെ കണ്ടിരുന്നത്. വുമൺ വെയർ പൊസിഷൻഡ് ഓൺ ദ അതർ സൈഡ് ഓഫ് ട്രൂത്ത്, റേഷണാലിറ്റി ആൻഡ് സയൻസ്. അപ്പോൾ വുമൺ ശരിക്കും ട്രൂത്തിന്റെയും റാഷണാലിറ്റിയുടെയും സയൻസിന്റെയും ഒക്കെ ഒരു പ്രതീകമാണെങ്കിലും അവരെ വളരെ വീക്കായിട്ടാണ് ആ കാലഘട്ടത്തിൽ കണ്ടിരുന്നത്. എല്ലാം
പുരുഷ മേധാവിത്വത്തിന്റെ കീഴിൽ എല്ലാം പുരുഷന് അനുകൂലമായിട്ട് പോകുന്ന ഒരു മെത്തേഡാണ് അന്നേരത്ത് നിന്നിരുന്നത്. ഇൻസ്റ്റിറ്റ്യൂഷണലൈസേഷൻ ഓഫ് സച്ച് തോട്ട് ആൻഡ് expertise also mean that this view of society became legitimate and authoritative. The feminists argued that this was just a perceived objectivity and did not constitute value-free research. അപ്പോൾ ഇതൊരു വാല്യൂ ഫ്രീ റിസർച്ചിന് സഹായിക്കില്ല, ഇതൊരു പക്ഷപാതപൂർണമായിട്ടുള്ള ഒരു രീതിയാണെന്നാണ് ഫെമിനിസ്റ്റുകൾ ആർഗ്യൂ ചെയ്തിരുന്നത്. ദെയർ വാസ് എൻ ആർട്ടിഫിഷ്യൽ ഡിവിഷൻ ബിറ്റ്വീൻ ദ മൈൻഡ് ആൻഡ് ദ ബോഡി. അപ്പോൾ മൈൻഡും ബോഡിയും തമ്മിലൊരു ആർട്ടിഫിഷ്യൽ ഡിവിഷൻ ഉണ്ടെന്ന്. റാൻസ് ഡെസ്കാർട്ട്സ് വർക്ക് ഇൻ ദ 17th century വാസ് എ ടേണിംഗ് പോയിന്റ് ഇൻ ടേംസ് ഓഫ് സ്റ്റഡിങ് ദ വേൾഡ്. അപ്പോൾ ഈ വേൾഡിനെ കുറിച്ച് പഠിക്കുന്നതിന് റാൻസ് ഡെസ്കാർട്ടിന്റെ വർക്ക് 17th centuryയിൽ ഒരു പ്രത്യേക ടേണിംഗ് പോയിന്റ് ആയിരുന്നു. ഹി ഫോക്കസ്ഡ് ഓൺ ദ വേൾഡ് അറൗണ്ട് ത്രൂ റീസൺ ആൻഡ് മൈൻഡ് ആൻഡ് നോട്ട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് എമോഷൻസ്. അപ്പോൾ വേൾഡ് നിർമ്മിതമായിരിക്കുന്നത് റീസണും മൈൻഡും കൊണ്ടാണ്, അതുപോലെ ഇൻറ്റ്യൂഷൻസും എമോഷൻസും കൊണ്ട് അല്ല എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് അദ്ദേഹം. ദിസ് കാർട്ടീഷ്യൻ ഡ്യുവലിസം ബിലീവ്ഡ് ഇൻ ദ സെപ്പറേഷൻ ഓഫ് മൈൻഡ് ആൻഡ് മാറ്റർ. അപ്പോൾ ഈ കാർട്ടീഷ്യൻ ഡ്യുവലിസം അത് ഒരു സെപ്പറേഷൻ ഉണ്ടാക്കി, മനസ്സും വസ്തുക്കളും തമ്മിൽ ഒരു സെപ്പറേഷൻ. കാർട്ടീഷ്യൻ ഡ്യുവലിസം ബിക്കം എ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ കോമൺ സെൻസ്. വെസ്റ്റേൺ കോമൺ സെൻസിന്റെ ഒരു ഭാഗമാണ് ഈ കാർട്ടീഷ്യൻ ഡ്യുവലിസം എന്ന് പറയുന്നത്. ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് മെൻ വെർ ദ മാസ്റ്റർ ഓഫ് ദെയർ മൈൻഡ്. അപ്പൊ ഈ ഡ്യുവലിസത്തിന്റെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് മെൻ വെർ ദ മാസ്റ്റേഴ്സ് ഓഫ് ദെയർ മൈൻഡ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ മനസ്സിന്റെ മാസ്റ്റേഴ്സ് ആണ്, അതായത് മനസ്സിനെ നിയന്ത്രിച്ച് നിർത്താൻ ശരിക്കും ശക്തിയുള്ളവരാണ് പുരുഷന്മാരെന്നുള്ളതാണ് ഉള്ള ഒരു ധാരണ. ദേ വെർ റാഷണൽ ആൻഡ് കുഡ് മാസ്റ്റർ ദെയർ മൈൻഡ്സ്. അവര് റാഷണൽ ആണ്, അതുകൊണ്ട് അവരുടെ മൈൻഡ്സിനെ അവർക്ക് നിയന്ത്രിക്കാൻ പറ്റും. ആസ് ഒപ്പോസ് ടു ദിസ്, അവരുടെ നിയന്ത്രണത്തിൽ നിന്ന് മൈൻഡ് ഒരിക്കലും പുറത്തു പോവില്ലെന്ന്. ആസ് ഒപ്പോസ് ടു ദിസ്, വുമൺ വെയർ കൺസിഡേർഡ് ടു ബി പാഷനേറ്റ് ആൻഡ് മോർ ഇൻ ട്യൂൺ വിത്ത് ദെയർ എമോഷൻസ്. അപ്പൊ ഇതിനൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് വുമണിനെ കണ്ടിരുന്നത്. അവർക്ക് മൈൻഡിനെ നിയന്ത്രിക്കാൻ ശക്തി കുറവാണ്, അവർ വികാരത്തിന് അടിമയാണ്, വികാരപരമായിട്ടാണ് അവർ കാര്യങ്ങളെല്ലാം പാഷനേറ്റ്, എപ്പോഴും വികാരത്തോടു കൂടിയാണ് അവര് കാര്യങ്ങൾ ചെയ്തിരുന്നത്. അവരെ നിയന്ത്രിച്ചിരുന്നത് വികാരമാണ്, അതുപോലെ മനസ്സിന്റെ ശക്തിയല്ല എന്നുള്ളൊരു കാഴ്ചപ്പാട്. ദ ഇമ്പാക്ട് ഓഫ് ദ കാർട്ടീഷ്യൻ ഡ്യുവലിസം വാസ് ദാറ്റ് സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ ഫോക്കസ്ഡ് ഓൺ ദ എക്സ്റ്റേണൽ ഒബ്സർവബിൾ വേൾഡ്. നോ ഇമ്പോർട്ടൻസ് വാസ് ഗിവൻ ടു ദ മൈൻഡ്, ദാറ്റ് ഈസ് തോട്ട് ആൻഡ് എമോഷൻസ്. The feminist research claimed that the Cartesian classification of women was unreasonable and biased. അപ്പോൾ ഫെമിനിസ്റ്റ് റിസർച്ച് അവകാശപ്പെട്ടത് ഈ കാർട്ടീഷ്യൻ ക്ലാസിഫിക്കേഷൻ, അതായത് പുരുഷന്മാര് മനസ്സിനെ നിയന്ത്രിക്കാൻ പരിപൂർണ ശക്തിയുള്ളവരും മറ്റവര് വികാരത്താൽ മുന്നോട്ട് പോകുന്ന ആളുകളുമാണ്. അപ്പൊ അവർക്ക് മനസ്സിനെ നിയന്ത്രിക്കാൻ ശക്തിയില്ല എന്നുള്ള ഒരു ധാരണ, അത് തികച്ചും തെറ്റാണെന്നാണ് ഫെമിനിസ്റ്റ് ഗവേഷകര് അഭിപ്രായപ്പെട്ടത്. അതൊരു അൺറീസണബിളും അതുപോലെ പക്ഷപാതപൂർണമായ ഒരു ചിന്താഗതിയാണെന്നുള്ള അഭിപ്രായമായിരുന്നു ഫെമിനിസ്റ്റ് റിസർച്ചുകൾക്ക് ഉണ്ടായിരുന്നത്. ദ ഫെമിനിസ്റ്റ് സെഡ് ദാറ്റ് റീസൺ ഇറ്റ്സെൽഫ് വാസ് സോഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ടഡ്. ദേ ആർഗ്യൂഡ് ദാറ്റ് ദ വാലിഡിറ്റി ഓഫ് നോളജ് ആൻഡ് ഈവൻ ദ റിസർച്ച് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് വെയർ ആൻഡ്രോസെൻട്രിക്. അപ്പൊ അതുകൊണ്ട് ദേ ആർഗ്യൂഡ് ദാറ്റ് വെലിഡിറ്റി ഓഫ് നോളജിന്റെ വെലിഡിറ്റിയും അതുപോലെ ഈവൻ ദ റിസർച്ചേഴ്സ് ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ് ആൻഡ്രോസെൻട്രിക്. ക്വസ്റ്റ്യൻസിൽ അവർ ചോദിച്ചിരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ആൻഡ്രോസെൻട്രിക് ആണ്, പുരുഷ മേധാവിത്വത്തിന് തെളിയിക്കുന്നതാണ്. അതുവരെയുള്ള ഉണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ questions asked and the analysis have all been done using masculine categories of analysis. Theorists like Harding and Smith pointed out the masculine bias in the social science. അപ്പോൾ ഈ masculine bias സോഷ്യൽ സയൻസിൽ നിലനിൽക്കുന്ന കാര്യം ചൂണ്ടിക്കാട്ടിയ പ്രമുഖരാണ് ഹാർഡിങ്ങും അതുപോലെ സ്മിത്തും. The focus on the official the focus on the official public visible ways of functioning and not on the informal system indicated a masculine bias in the social science. They further contended that men and women occupy different social universe. Thus the generalization presented as generalization of human being were unfair to women. അപ്പോൾ മെൻ വുമൺ ആ രണ്ടു കൂട്ടരും സോഷ്യൽ യൂണിവേഴ്സിറ്റിയിലെ രണ്ട് തട്ടകങ്ങളിലുള്ള ആളുകളാണ്. അവരെ ഒന്നായിട്ട് കണ്ട്
കാണിച്ചിട്ട് ഹ്യൂമൻ ബീയിങ്സ് എന്ന് പറഞ്ഞാൽ മെന്നാണെന്നുള്ള ആ ധാരണ വെച്ച് മുന്നോട്ട് പോകരുത്. ഹ്യൂമൻ ബീയിങ്സിൽ 2 ജെൻഡർ ഉണ്ട്, അത് ഒന്ന് വുമൺ, മറ്റത് മെൻ. അവർക്ക് രണ്ടുപേർക്കും അവരവരുടേതായ സ്ഥാനങ്ങൾ കൊടുക്കണമെന്നുള്ള അഭിപ്രായം ഉരുത്തിരിഞ്ഞു. ദേ ആർഗ്യൂഡ് ദാറ്റ് ട്രഡീഷണൽ എപ്പിസ്റ്റമോളജീസ് ഹാവ് എക്സ്ക്ലൂഡഡ് ദ വോയിസ് ഓഫ് വുമൺ. അപ്പൊ ട്രഡീഷണൽ എപ്പിസ്റ്റമോളജീസ് ഒഴിവാക്കിയിരുന്നു വുമൺസിന്റെ വോയിസ്, അവരുടെ ദൃഷ്ടികോണം, അവരുടെ കാഴ്ചപ്പാടൊന്നും ഈ ഗവേഷണത്തിൽ അവർ ഉൾപ്പെടുത്തിയിരുന്നില്ല. ദ സബ്ജക്ട് ഓഫ് ട്രഡീഷണൽ സോഷ്യോളജിക്കൽ അനാലിസിസ് ഹാസ് ഓൾവേസ് ബീൻ മെൻ. അവിടെ എപ്പോഴും മെന്നായിരുന്നു സബ്ജക്ട് ഓഫ് ട്രഡീഷണൽ സോഷ്യോളജിക്കൽ അനാലിസിസിൽ സ്ഥാനം നേടിയിരുന്നത് എപ്പോഴും പുരുഷന്മാർ മാത്രമായിരുന്നു. സച്ച് എ സയൻസ് ദേ ആർഗ്യൂഡ് വാസ് അൺറിഫ്ലക്റ്റീവ്. അപ്പൊ ഫെമിനിസ്റ്റുകളുടെ അഭിപ്രായത്തിൽ ഇതുപോലെയുള്ള ഒരു അറിവെന്ന് പറഞ്ഞാൽ, സയൻസ് എന്ന് പറഞ്ഞാൽ അത് അൺറിഫ്ലക്റ്റീവ് ആണ്. ശരിയായിട്ടുള്ളത് എന്താണ് അതിനെയല്ല പ്രതിഫലിപ്പിക്കുന്നത്. അൺറിഫ്ലക്റ്റീവ് ആയിട്ടുള്ള ഒരു നിരീക്ഷണമാണ് അത് ആ ഗവേഷണത്തിൽ കൂടി പുറത്തു വരുന്നത് എന്നുള്ള അഭിപ്രായമാണ് ഇവർക്കുണ്ടായിരുന്നത്. മസ്കുലിൻ ബൈസ് മീൻ ദാറ്റ് ദ ഫെമിനിൻ പോയിന്റ് ഓഫ് വ്യൂ ആസ് അസ്യൂം ടു ബി എ പാർട്ട് ഓഫ് ഹ്യൂമാനിറ്റിസ്റ്റ് perspective. അപ്പൊ മസ്കുലിൻ ബയസ് മീൻ ദാറ്റ് ഫെമിനിൻ പോയിന്റ് ഓഫ് വ്യൂ വാസ് അസ്യൂം ടു ബി എ പാർട്ട് ഓഫ് ദ ഹ്യൂമാനിസ്റ്റ് പെർസ്പെക്റ്റീവ്. ഹ്യൂമാനിസ്റ്റ് പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞാൽ അതിലൊരു പാർട്ടായിട്ടുണ്ട് വുമൺ വ്യൂ എന്നുള്ള ഒരു കാഴ്ചപ്പാടാണ് മസ്കുലിൻ ബയസ് അവര് മീൻ ചെയ്തിരുന്നത്. ദിസ് വാസ് കോൾഡ് ദ ജീനോസെൻട്രി മെത്തോഡോളജി. ഇതിനെ പറയുന്നത് ഗൈനോസെൻട്രി മെത്തോഡോളജി എന്നാണ്. ഓഫ് ദ 1970s and 1980s, feminist research methodology developed and understanding that it was difficult to understand women through male categories. അപ്പൊ സ്ത്രീകളെ മെയിൽ കാറ്റഗറീസിൽ കൂടി തിരിച്ചറിയുക ബുദ്ധിമുട്ടാണെന്ന് ഫെമിനിസ്റ്റ് റിസർച്ച് മെത്തഡോളജി പറയാൻ തുടങ്ങി. അതനുസരിച്ച് ഗവേഷണത്തിൽ മാറ്റങ്ങൾ വരാനും തുടങ്ങി. ദെയർ വാസ് എ നീഡ് ഫോർ എ റീതിങ്ക് ഓഫ് കാറ്റഗറീസ് ടു. കാറ്റഗറീസിനെ കുറിച്ച് രണ്ടാമതൊരു പുനർചിന്തനം വേണമെന്ന് ഉള്ള ഒരു ധാരണ നിലനിന്നു. ഫെമിനിസ്റ്റ് ലൈക്ക് സ്മിത്ത് ആർഗ്യൂഡ് ദാറ്റ് സോഷ്യോളജിസ്റ്റ് വാസ് അൺറിഫ്ലക്റ്റീവ് ആൻഡ് പ്രസന്റഡ് വുമൺ ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് മെൻ. അപ്പം മെന്നിന്റെ സ്റ്റാൻഡ് പോയിന്റിൽ കൂടി നോക്കിയിട്ടാണ്, പുരുഷന്റെ ദൃഷ്ടികോണിൽ കൂടി നോക്കിയിട്ടാണ് സ്ത്രീയെ കാണുന്നത്. അത് ശരിയായിട്ടുള്ള ഒരു കാഴ്ചപ്പാടല്ല എന്നുള്ള അഭിപ്രായമാണ് ഫെമിനിസ്റ്റായ സ്മിത്ത് മുന്നോട്ട് വെച്ചത്. ഷീ ആർഗ്യൂഡ് ദാറ്റ് ദ മെയിൽ സോഷ്യൽ യൂണിവേഴ്സ് ഇൻക്ലൂഡഡ് ഓൺലി എ സെറ്റ് ഓഫ് ഇഷ്യൂസ് സ്പെസിഫിക് ടു മീ ലൈക്ക് ഇൻഡസ്ട്രീരിയൽ സോഷ്യോളജി, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, പൊളിറ്റിക്കൽ സോഷ്യോളജി. അപ്പൊ അവരുടെ വാദം അനുസരിച്ച് മെയിൽ സോഷ്യൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ അതിൽ ഇൻക്ലൂഡ് ചെയ്യണത് ഓൺലി എ സെറ്റ് ഓഫ് ഇഷ്യൂസ് സ്പെസിഫിക് ടു മെൻ. പുരുഷന്മാരെ മാത്രം ബാധിക്കുന്ന ചില ഇഷ്യൂസ് ആണ് അതിൽ വന്നിരുന്നത്. അതായത് ലൈക്ക് ഇൻഡസ്ട്രീരിയൽ സോഷ്യോളജി, സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, പൊളിറ്റിക്കൽ സോഷ്യോളജിയിലൊക്കെ വന്ന പോലെ ഒരു പുരുഷന്മാരുടെ അവരെ മാത്രം സ്പർശിക്കുന്ന ഒരു ഭാഗമാണ് മെയിൽ സോഷ്യൽ യൂണിവേഴ്സിൽ വന്നിരുന്നത്. ദിസ് മാർജിനലൈസ്ഡ് വുമൺ, അത് അവിടെ നിന്ന് വുമണിനെ അവിടെ നിന്ന് നീക്കി മാർജിനലൈസ്ഡ് ചെയ്തിരുന്നത്. ദ വേൾഡ് ഓഫ് വുമൺ വാസ് കൺഫൈൻഡ് ടു ദ ഡൊമസ്റ്റിക് സ്ഫിയർ. അപ്പൊ സ്ത്രീയുടെ ലോകം എന്ന് പറഞ്ഞാൽ അത് വീട്ടിന് അകത്തുള്ള ഒരു ലോകമാണെന്നുള്ള ഒരു ചിന്താഗതിയാണ് ഇത്തരം ആളുകളുടെ മനസ്സിലുണ്ടായിരുന്നത്. മെയിൻ സ്ട്രീം ആന്ത്രപ്പോളജി ഫോക്കസ്ഡ് ഓൺ മെൻസ് ആക്ടിവിറ്റീസ് റാദർ ദാൻ ഇഷ്യൂ ലൈക്ക് ചൈൽഡ് റെയറിംഗ് ഓർ ഡൊമസ്റ്റിക് വയലൻസ് ഓർ വുമൺസ് പാർട്ടിസിപ്പേഷൻ ഇൻ ദ വർക്ക് ഫോഴ്സ്. അപ്പൊ മെയിൻ സ്ട്രീം ആന്ത്രപ്പോളജി ഫോക്കസ് ചെയ്തിരുന്നപ്പോൾ പറഞ്ഞിരുന്നത് മെൻസ് ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ അത് പുറത്തു പോവുക, കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതൊക്കെയാണ്. എന്നാൽ സ്ത്രീ എന്ന് പറഞ്ഞാൽ കുട്ടികളെ വളർത്തുക, ജനിപ്പിക്കുക, വളർത്തുക, വീട്ടുകാര്യങ്ങൾ നോക്കുക, വർക്ക് പ്ലേസിൽ വേണമെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുക, അങ്ങനെയൊക്കെ ഉള്ളൊരു സ്ഥാനമാണ് സ്ത്രീക്ക് കൊടുത്തിരുന്നത്. ദ നോളജ് ദാറ്റ് വാസ് പ്രൊഡ്യൂസ്ഡ് വാസ് ഫോർ ദ എലൈറ്റ്. അപ്പൊ എലൈറ്റ് ആണ് ഇതുപോലെയുള്ള നോളജൊക്കെ പ്രൊഡ്യൂസ് ചെയ്തിരുന്നത്. എപ്പിസ്റ്റിമോളജി യൂസ്ഡ് വാസ് ബൈസ്ഡ്. അപ്പൊ അവിടെ യൂസ് ചെയ്യുന്ന എപ്പിസ്റ്റിമോളജി പക്ഷപാത രൂപമായിട്ടുള്ളതായിരുന്നു. ഫോർ ദിസ് റിസർച്ച് ദർ വാസ് എ നീഡ് ഫോർ ദ ഫെമിനൈസിങ് ഓഫ് ദ സോഷ്യൽ സയൻസസ്. സ്മിത്ത് ആർഗ്യൂഡ് അബൌട്ട് ദ എലിനേഷൻ ഓഫ് വുമൺ സ്കോളേഴ്സ് ഇൻ സോഷ്യോളജി. സോഷ്യോളജിയിൽ നിന്ന് വുമൺ സ്കോളേഴ്സിനെ നീക്കി നിർത്തുന്ന ഈ നിലപാടിനെ സ്മിത്ത് ചോദ്യം ചെയ്തത്. ഫെമിനിസ്റ്റ് ഓൾസോ ആർഗ്യൂഡ് ദാറ്റ് ദിസ് sort of an objective approach led to the objectification of those being researched. The researched were treated as object and were not given any agency. The relationship of the researcher and the researched was a hierarchical one. The researcher was the knower who imposed their own categories of thought on those being researched. പിന്നെ അടുത്തത് ഫെമിനിസ്റ്റ് റിസർച്ചേഴ്സ് ആർഗ്യൂഡ് അഗൈൻസ്റ്റ് ദ യൂസ് ഓഫ്
ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് റിസർച്ച്. ട്രഡീഷണൽ മെത്തേഡ്സ് ഓഫ് തന്നെ വീണ്ടും യൂസ് ചെയ്യണതിനെ ഫെമിനിസ്റ്റ് റിസർച്ചേഴ്സ് ചോദ്യം ചെയ്ത് ദേ ആർഗ്യൂഡ് ദാറ്റ് ദിസ് ക്രിയേറ്റഡ് എ ഹൈറാർക്കി ബിറ്റ്വീൻ ദ റിസർച്ചർ ആൻഡ് ദ റിസർച്ച് സബ്ജക്റ്റ്. റിസർച്ചറും റിസർച്ച് സബ്ജക്റ്റും തമ്മിലൊരു ശ്രേണി ഉണ്ടാക്കാൻ ഇതുപോലെയുള്ള നീക്കങ്ങൾ സഹായകമാവുമെന്ന് അവർ പറഞ്ഞു. ദ റിസർച്ചർ അപ്പിയേഴ്സ് ആസ് എ നോവർ. റിസർച്ച് എന്ന് പറഞ്ഞ ഒരു അറിവുള്ള ആളാണ്. ഹൂ നോസ് എവരിത്തിങ്. അയാൾക്ക് എല്ലാത്തിനെയും കുറിച്ച് അറിയാം. ആൻഡ് ദ റിസർച്ച്ഡ് ആസ് ദ അൺനോൺ. റിസർച്ച്ഡ് എന്തിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോണത്, ആർ ദ നോൺ, അതിനെ കുറിച്ചാണ് അറിയേണ്ടത്. പക്ഷെ എല്ലാ കാര്യങ്ങളും അയാൾക്ക് സ്പഷ്ടമാണെന്നുള്ള ഒരു ധാരണ അത് തെറ്റാണ്. ഓഫൺ ദ കാറ്റഗറി ഓഫ് തോട്ട് ദാറ്റ് ഈസ് ഇമ്പോസ്ഡ് ഓൺ ദ റിസർച്ച് സബ്ജക്ട് ആർ ദോസ് ഓഫ് ദ റിസർച്ചർ. ദ പ്രാക്ടിക്കൽ ഡിഫിക്കൽറ്റി ഇൻ ഡൂയിങ് റിസർച്ച് ഇൻ വിച്ച് ദ സബ്ജക്ട് ഇസ് ട്രീറ്റഡ് ആസ് എ തിങ് ഓൾസോ ലീഡ് ടു ദ പ്രൊഡക്ഷൻ ഓഫ് എ ഫോൾസ് കൈൻഡ് ഓഫ് നോളജ്. അപ്പോൾ ദോസ് ഹു ആർ ബീങ് റിസർച്ച്ഡ് ഓഫൺ ഡു നോട്ട് ഷെയർ ദെയർ ട്രൂ എക്സ്പീരിയൻസ്. അപ്പോൾ റിസർച്ച് ചെയ്യുന്ന ആളുകൾ മിക്കവാറും അവരുടെ ആ ശരിക്കുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്നില്ല. ദ പവർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ റിസർച്ചർ ആൻഡ് ദ റിസർച്ച് is in some way done away within the feminist methodology. Harding and Smith argue for a need to place the researcher on the same plane as the researched. റിസർച്ചറെ ഒരേ തട്ടിൽ തന്നെ നിർത്തണം. അവരെ രണ്ടായിട്ട് കാണുന്നത് ശരിയല്ല എന്നുള്ളൊരു ഒരു പ്രസ്താവനയാണ് ഹാർഡിങ്ങും സ്മിത്തും വെച്ചത്. ദ ഫെമിനിസ്റ്റ് പ്രപ്പോസ്ഡ് എ ഫിനോമിനലിക്കൽ എത്തനോമെത്തഡോളജിക്കൽ ആൻഡ് ഇന്ററാക്ഷണൽ അപ്രോച്ച് ഇൻ വിച്ച് വുമൺസ് എക്സ്പീരിയൻസ് മാറ്റേഡ്. വുമൺസ് എക്സ്പീരിയൻസ് കാണിക്കാൻ വേണ്ടി ഫെമിനിസ്റ്റ് പ്രപ്പോസ് ചെയ്ത മെത്തേഡ്സ് ആണ് ഫിനോമിനോളജിക്കൽ, എത്തനോമെത്തഡോളജിക്കൽ ആൻഡ് ഇന്ററാക്ഷനിസ്റ്റ് അപ്രോച്ച്. ദേ അഡ്വക്കേറ്റഡ് ദ യൂസ് ഓഫ് ദ ക്വാളിറ്റേറ്റീവ് മെത്തേഡ് ആസ് ഓപ്പോസ് ടു ദ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ്. ഇവിടെ ക്വാണ്ടിറ്റേറ്റീവ് മെത്തേഡ് അല്ല, ക്വാളിറ്റേറ്റീവ് മെത്തേഡാണ് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് എന്നും അവർ പറഞ്ഞു. ദിസ് മെത്തേഡ് വാസ് ബേസ്ഡ് ഓൺ ഐഡന്റിഫൈയിങ് വിത്ത് ദ സബ്ജക്ട്സ് റാദർ ദാൻ ദ ഒബ്ജക്ടിഫൈയിങ് ദം. Focus should not be on the structure of societies but on the processes. പ്രോസസ്സിലാണ് തെറ്റുള്ളത്, സ്ട്രക്ചർ ഓഫ് സൊസൈറ്റിയിലല്ല. അപ്പം അത് തിരുത്തി ശരിയായിട്ടുള്ള രീതിയിൽ കൂടി പോകണമെന്നുള്ള അഭിപ്രായങ്ങൾ ആ കാലഘട്ടങ്ങളിൽ ഉടലെടുത്ത്. ഗോർലിക് ആർഗ്യൂസ് ദാറ്റ് ഗിവിംഗ് വോയിസ് ടു ദ വുമൺസ് ഈസ് നോട്ട് എനഫ്. അപ്പോൾ വുമന്റെ വോയിസിന് കൊടുക്കുന്ന ആ ശക്തി അത് പോരെന്ന, വേണ്ടിടത്തോളം വോയിസ് വുമൺസിന് കൊടുക്കുന്നില്ല എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഗോർലിക്. ഷീ ഈസ് ക്രിട്ടിക്കൽ ഓഫ് ദ ഫോക്കസ് ഓൺലി ഓൺ വുമൺസ് എക്സ്പീരിയൻസ്. Often the experience of women are based on false consciousness. She contend that there is a need to go beyond the analysis of the woman's experience. The fact that the researcher is a female and not a male alters the nature of the relationship between the researched and the researcher. അപ്പോൾ റിസർച്ചറും റിസർച്ച്ഡ് സാധനവും തമ്മിൽ ഉള്ള ആ വ്യത്യാസം, ആ റിലേഷൻഷിപ്പിൽ അതിൽ വളരെ വ്യത്യാസം ഉണ്ടാക്കുന്നുണ്ട്. ഫാക്ട് ദാറ്റ് ദ റിസർച്ചർ ഇസ് എ ഫീമെയിൽ ആൻഡ് നോട്ട് എ മെയിൽ. അപ്പോൾ ഒരു ഫീമെയിൽ അല്ല, ഒരു ഫീമെയിലാണ്, മെയിലല്ല റിസർച്ചർ എങ്കിൽ അവിടെ റിസർച്ച്ഡ് ആൻഡ് റിസർച്ചർ അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിന്റെ പ്രകൃതിയിലും വ്യത്യാസം വരുന്നുണ്ട്. ദ ജെൻഡർ ഓഫ് ദ റിസർച്ചർ മീൻസ് ദാറ്റ് ഷീ ഈസ് ഏബിൾ ടു സ്റ്റുഡിൽ ദ വേൾഡ് ഓഫ് വുമൺ ഓൺ ദ പ്രൊഫഷണൽ ആസ് വെൽ ആസ് ദ പേഴ്സണൽ ഫ്രണ്ട്. It provides for a reflexivity on the part of the researcher. It also re-theories the relationship between the researcher and the researched. Smith and Spear and other feminist researchers argue that the very nature of feminist research does away with the hierarchy between the subject and the ഒബ്ജക്റ്റ്. അപ്പൊ ഈ സബ്ജക്റ്റും ഒബ്ജക്റ്റും തമ്മിലുള്ള ശ്രേണി അതിനെ മാറ്റി മറിക്കുന്നു. ഇതുപോലെ സൊസൈറ്റി, ഈ റിസർച്ചർ ഒരു ഹ്യൂമൺ ആണെങ്കിൽ ദ റിസർച്ചർ ആൻഡ് ദ റിസർച്ചർ ദേ ഓൾസോ ആർഗ്യൂ ദാറ്റ് ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു ലിങ്ക് എക്സ്പീരിയൻസ് ആൻഡ് റിയാലിറ്റി ടു തിയറി ആൻഡ് ദ സിറ്റുവേറ്റഡ് അനാലിസിസ് becomes important. A situated analysis helps bridge the gap between absolute truth and objectivity. രണ്ടാമത്തെ എക്സ്പീരിയൻസസ്, taking into account the experiences of the research subject takes away the anonymity of the research. It also helps to away with the imposition of the external thought categorizing of the researcher.
ഇനി അടുത്ത ഇവിടെ വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻസ് പ്രത്യേകം പഠിക്കുക. എല്ലാത്തിൻ്റെ ക്വസ്റ്റ്യൻസ് ആൻസറും ഇതിൻ്റെ ബാക്കിൽ കൊടുക്കുന്നുണ്ട്. ഫെമിനിസ്റ്റ് എംഫറിക്കൽ അപ്രോച്ചാണ് അടുത്തത്. ഇൻ ദ ലേറ്റ് 1960s ആൻഡ് ഏർലി 1970s ദർ വാസ് എൻ എഫോർട്ട് ടു റെസ്പോണ്ട് ടു ദ ക്രിറ്റിസിസം അഗെയിൻസ്റ്റ് ദ യൂസ് ഓഫ് അൻഡോസെൻട്രിക് അപ്രോച്ച്. അൻഡോസെൻട്രിക് അപ്രോച്ച് എന്ന് വെച്ചാൽ പുരുഷ മേധാവിത്വമുള്ള അപ്രോച്ചിനെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ട് അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ട് 1960s ഏർലീസിലും ഒക്കെ ശബ്ദങ്ങൾ ഉയർന്നു. എമർജിങ് ഫ്രം ദ വുമൺസ് ലിബറേഷൻ മൂവ്മെന്റ് ഓഫ് 1960s ആൻഡ് 70s. 1960s 70s വുമൺസ് മൂവ്മെന്റിൽ കൂടിയാണ് ഇതിനെല്ലാം ഉദയം കൊടുത്തത്. ഫെമിനിസ്റ്റ് തിയറിസ്റ്റ് ആർഗ്യൂഡ് ദാറ്റ് ദർ വാസ് എ നീഡ് ടു ഡു റിസർച്ച് ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് വുമൺ. വുമന്റെ ദൃഷ്ടികോണിൽ വെച്ചിട്ട് തന്നെ വുമൺസിന് തന്നെ റിസർച്ച് ചെയ്യണം. അല്ലെങ്കിൽ വുമൺസിനെ കുറിച്ച് പറയുമ്പോൾ എന്തെങ്കിലും റിസർച്ച് ചെയ്യുമ്പോൾ അവരുടെ ആ ദൃഷ്ടികോണിൽ കൂടി വേണം, അവരുടെ ആ വ്യൂ പോയിന്റിൽ കൂടി വേണം കാര്യങ്ങൾ കാണേണ്ടതെന്നുള്ള ഒരു അഭിപ്രായം ഇവർ വെച്ച്. ദ എയിം വാസ് ടു ക്രിയേറ്റ് എ സ്പേസ് ഫോർ വുമൺസ് റിസർച്ച് ആൻഡ് ടു റേസ് കോൺഷ്യസ്നെസ്. അപ്പൊ ഇങ്ങനെയൊക്കെ പ്രസ്താവിച്ചത്, ഈ മൂവ്മെന്റിൽ കൂടി പ്രസ്താവിച്ചതിൻ്റെയൊക്കെ എയിം എന്ന് പറഞ്ഞാൽ ടു ക്രിയേറ്റ് എ സ്പേസ് ഫോർ വുമൺസ് റിസർച്ച്, വുമൺസ് റിസർച്ചിന് ഒരു സ്ഥാനം ഉണ്ടാക്കുക, ആൻഡ് ടു റേസ് കോൺഷ്യസ്നെസ്, അങ്ങനെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബോധം വളർത്തുക. അതായിരുന്നു ഇതിൻ്റെയൊക്കെ എയിം. വെസ്റ്റേൺ ഫെമിനിസ്റ്റ് സ്കോളേഴ്സ് സ്റ്റാർട്ടഡ് ഇൻകോർപ്പറേറ്റിംഗ് വുമൺ ഇൻ their studies of history, literature, philosophy and other social sciences. In their bid to incorporate women in their studies, there was an inclusion of works by women authors. A conscious effort was also made to study women. അപ്പോൾ ഈ കാലഘട്ടങ്ങളിലൊക്കെ ഒരു കോൺഷ്യസ് എഫോർട്ടും ഉണ്ടായിരുന്നു വുമനെ കുറിച്ച് പഠിക്കാൻ. The study of women, their achievements, etc. become institutionalized in several women studies departments in the West. Its values were those of equality and androgyny. They insisted that women were as capable as men. അപ്പോൾ ഈ സ്റ്റഡീസ് ഒക്കെ തെളിയിച്ചതും വാദിച്ചതും ഒക്കെ എന്താണ്, വുമൺ വെർ ആസ് കേപ്പബിൾ ആസ് മെൻ, വുമണും പുരുഷന്മാരെ പോലെ തന്നെ ശക്തിയുള്ളവരാണ്, കേപ്പബിൾ, പ്രബലരാണ്. ദിസ് വാസ് കൺസിഡേർഡ് ടു ബി എ സ്റ്റെപ്പ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ വെയർ ഇൻ ദ ആൻഡ്രോസെൻട്രിക് ബയസ് വാസ് ബീയിങ് കറക്റ്റഡ്. അപ്പോൾ ആൻഡ്രോസെൻട്രിക് ബയസ്, പുരുഷന്മാർ ചെയ്താൽ മാത്രമെല്ലാം ശരിയാവുള്ളൂ എന്നുള്ള ആ തെറ്റായ ധാരണ, അത് മാറ്റാനായിട്ടും നല്ല രീതിയിലേക്ക് മുന്നോട്ട് പോകാനും ഈ ഇതുപോലെയുള്ള പ്രസ്ഥാനങ്ങൾ സഹായമായി. ദ ഫെമിനിസ്റ്റ് റിസർച്ചേഴ്സ് ക്രിട്ടിസൈസ് ദിസ് കൈൻഡ് ഓഫ് ആൻ അപ്രോച്ച് ടു ദ ജെൻഡറിങ് ഓഫ് ദ റിസർച്ച് മെത്തഡോളജിയിൽ ഇതുപോലെയുള്ള ഒരു ജെൻഡറിങ് പ്രയോഗം, എല്ലാം ആണുങ്ങൾ ചെയ്യുന്നതാണ് ശരിയെന്നും അതുപോലെയുള്ള ആ ഒരു ധാരണ അങ്ങോട്ട് മാറ്റിയിട്ട് സ്ത്രീയുടെ കാഴ്ചപ്പാടും പുരുഷന്റെ ദൃഷ്ടികോണ പെർസ്പെക്റ്റീവ്സിനൊപ്പം സ്ത്രീ പെർസ്പെക്റ്റീവ്സും അവിടെ ഉണ്ടായിരിക്കണം. അത് രണ്ടും ചേർന്നാൽ മാത്രം വികസനവും ഒക്കെ ഉണ്ടാവുകയുള്ളൂ എന്നും ശരിയായിട്ടുള്ള രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള ഒരു ബോധം ആ സമയത്ത് ഉടലെടുത്തു. ജസ്റ്റ് ആഡിങ് വുമൺ ടു പ്രീ എക്സിസ്റ്റിംഗ് കാറ്റഗറീസ് ഡിഡ് നോട്ട് അണ്ടർമിൻ ദ androcentric masculine approach. They contended that this was just an attempt to study women from the point of existing masculine categories. Such researchers tend to use the positivist methodology, though they were critical of the masculine bias in research. A feminist research methodology did not imply making women as object of study. അപ്പോൾ ഫെമിനിസ്റ്റ് റിസർച്ച് മെത്തഡോളജി ഒരിക്കലും ഇങ്ങനെ ഇംപ്ലൈ ചെയ്യുന്നില്ല വുമനെ ഒരു ഒബ്ജക്റ്റ് ഓഫ് സ്റ്റഡി ആക്കണമെന്ന്. They argued for the inclusion of women in research. However, they also purported that the study of women should be done as per norms of existing research. എക്സിസ്റ്റിംഗ് റിസർച്ചിൻ്റെ ആ നോംസ്, റിസർച്ചിൽ എക്സിസ്റ്റ് ചെയ്യുന്ന നോംസ് എന്തൊക്കെയാണ് അതനുസരിച്ച് തന്നെ സ്ത്രീ ദൃഷ്ടികോണങ്ങൾക്കും കൂടി വ്യൂ പോയിന്റ്സ് ഓഫ് ലേഡീസ് അതിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് മുന്നോട്ട് പോകണമെന്നാണ്. സ്ത്രീകളെ കൂടി ഉൾപ്പെടുത്തി, അല്ലെങ്കിൽ സ്ത്രീകളുടെ കാഴ്ചപ്പാടിനെ കൂടി ഉൾപ്പെടുത്തി, അവരുടെ ശക്തിയെ കൂടി അവരുടെ ബോധത്തെ കൂടി ഉൾപ്പെടുത്തി വേണം റിസർച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ഒരു അഭിപ്രായമാണ് ഫെമിനിസ്റ്റ് റിസർച്ച് മെത്തഡോളജിയിലുള്ളത്. ദിസ് മീൻ ദാറ്റ് ഒബ്ജക്ടിവിറ്റി ആൻഡ് ദ മെത്തേഡ്സ് ഓഫ് ദ പോസിറ്റിവിസ്റ്റ് കണ്ടിന്യൂഡ് to be followed. The feminist emphasis brought women into research, but they continued to follow the existing methodologies. They believed that for feminist research to be taken seriously, it was important to follow the existing scientific method of research. ഇനി അടുത്ത ഭാഗം ഫെമിനിസ്റ്റ് എസെൻഷ്യലിസം ആണ്, അനിവാര്യത. ഫെമിനിസ്റ്റ്
essentialism. The feminist emphasis were criticized for not recognizing the difference between men and women. They were criticized for just adding women to the mix of research. അപ്പോൾ ഇവിടെ the feminist emphasis were criticized. അവരെ ക്രിട്ടിസൈസ് ചെയ്തത് നോട്ട് റെക്കഗ്നൈസിങ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മെൻ ആൻഡ് വുമൺ. സ്ത്രീയും പുരുഷനും തമ്മിലുള്ള വ്യത്യാസത്തെ അല്ല അവര് ക്രിട്ടിസൈസ് ചെയ്തത് ഫെമിനിസ്റ്റുകൾ. പിന്നെ എന്തിനെയാണ് അവര് ആ വേ ഓഫ് ഡൂയിങ് റിസർച്ച്. അപ്പൊ റിസർച്ച് അല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്, അതിൽ വുമന്റെ പാർട്ടിസിപ്പേഷനും വേണം. വുമന്റെ കാഴ്ചപ്പാടുകൾക്കും അവരുടെ ജീവിത രീതികൾക്കും അവരുടെ ചിന്താഗതികൾക്കും മുൻതൂക്കം അല്ല, തുല്യത കൊടുക്കണം. അങ്ങനെ മുന്നോട്ട് പോകണം. രണ്ടുപേർക്കും തുല്യ സ്ഥാനം കൊടുത്തിട്ട് വേണം മുന്നോട്ട് പോകാൻ എന്നുള്ള അഭിപ്രായമാണ് ഫെമിനിസ്റ്റുകൾ. അഭിപ്രായമാണ് ഇതിൽ കാണിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഇറ്റ് വാസ് അസ്യൂംഡ് ദാറ്റ് ദ വെസ്റ്റേൺ വൈറ്റ് മിഡിൽ ക്ലാസ് ഫീമെയിൽ റെപ്രസെന്റ്സ് ഓൾ വുമൻ. ദിസ് വാസ് ട്രൂ ഫോർ മെൻ ടു, സിൻസ് ഓൾ മെൻ വെർ കൺസിഡേർഡ് ടു ബി എസെൻഷ്യലി ദ സെയിം. അപ്പോൾ സ്ത്രീകളെ എങ്ങനെ വെസ്റ്റേണിലെ എല്ലാ ലേഡീസിനെയും മിഡിൽ ക്ലാസ് ഫാമിലീസിൽ റെപ്രസെന്റേറ്റീവ് ഓൾ വുമൻ എല്ലാവരും സ്ത്രീ എന്നുള്ള ആ ഒരു രീതി കാണുന്ന പോലെ തന്നെ ദിസ് വാസ് ട്രൂ ഫോർ മെൻ ടു, പുരുഷന്മാർക്കും ഇത് ശരിയായിട്ടുള്ള ഒരു കാര്യമാണ്. സിൻസ് ഓൾ മെൻ വെർ കൺസിഡേർഡ് ടു ബി എസെൻഷ്യലി ദ സെയിം. ദ അപ്രോച്ച് വാസ് ക്രിട്ടിസൈസ്ഡ് ഫോർ othering women and men who are different. It was critiqued for not representing the less privileged or those who were different. ഇനി അടുത്തത് സ്റ്റാൻഡ് പോയിന്റ് തിയറീസ് ആണ്. Standpoint theories. The standpoint theorists argued that without acknowledging the social location of the researcher, the knowledge that is presented as universal is incorrect. Standpoint theories വാദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, വിത്തൗട്ട് അക്നോളജിങ് ദ സോഷ്യൽ ലൊക്കേഷനെ കുറിച്ച്, ആ സോഷ്യൽ സ്ഥിതിയെക്കുറിച്ച്, ആ സാമൂഹിക സ്ഥിതിയെക്കുറിച്ച് അറിയാതെ ഉള്ള അറിവ്, ദ റിസർച്ചറിന്റെ ആ അറിവ്, റിസർച്ചിന് അവന്റെ സോഷ്യൽ ലൊക്കേഷനെ കുറിച്ച് അറിയില്ലെങ്കിൽ, ദ നോളജ് ദാറ്റ് ഇസ് പ്രസന്റ് സച്ച് ആസ് യൂണിവേഴ്സൽ ഈസ് ഇൻകറക്റ്റ്. അവര് പ്രതിനിധാനം ചെയ്യുന്ന ആ അറിവെന്ന് പറഞ്ഞാൽ അത് യൂണിവേഴ്സൽ ആണെന്ന് പറയുന്നത് ശരിയായിട്ടുള്ള ഒരു പ്രസ്താവനയല്ല, അത് ഇൻകറക്റ്റ് ആണെന്ന് ദ സ്റ്റാൻഡ് പോയിന്റ് തിയറിസ്റ്റ് ആർഗ്യൂ ചെയ്യണത്. എന്തിനേയും കുറിച്ചുള്ള അറിവെന്ന് പറഞ്ഞാൽ ആ ലൊക്കേഷനെ കുറിച്ച് ശരിക്ക് അറിഞ്ഞിരിക്കണം റിസർച്ചർ. എന്നാൽ മാത്രമേ അയാൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന, അയാൾ വിവരിക്കുന്ന ആ അറിവ് യൂണിവേഴ്സൽ ആവുള്ളൂ. അതിനെക്കുറിച്ച് അറിയില്ലെങ്കിൽ അയാൾ പ്രസന്റ് ചെയ്യുന്ന ആ നോളജ് യൂണിവേഴ്സൽ ആണെന്ന് പറഞ്ഞാൽ ദാറ്റ് ഈസ് ആൻ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് എന്നാണ് സ്റ്റാൻഡ് പോയിന്റ് തിയറീസ് പറയുന്നത്. ദ സിറ്റുവേറ്റ്നെസ് ഓഫ് ദ റിസർച്ചർ ഈസ് ഇമ്പോർട്ടൻറ്റ്. റിസർച്ചർ എവിടെ നിൽക്കുന്നു, അയാളുടെ സ്ഥിതി എന്താണെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ദ വാല്യൂ ന്യൂട്രാലിറ്റി ഓഫ് ദ സോഷ്യൽ സയൻസ് വാസ് ബയസ്ഡ് ആൻഡ് സ്ക്യൂഡ്. ദ നോർമേറ്റീവ് ഫ്രെയിംവർക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അനാലിസിസ് മസ്റ്റ് നെസസറിലി ടേക്ക് ഇൻ ടു അക്കൗണ്ട് ദ സോഷ്യൽ ലൊക്കേഷൻസ് ഓഫ് ദ റിസർച്ചർ ആൻഡ് ദ റിസർച്ച്ഡ്. റിസർച്ച്ഡും ആയിട്ടുള്ള ആ ബന്ധം അറിയണമെങ്കിൽ ആ സോഷ്യൽ ലൊക്കേഷൻസ് ഏതാണെന്ന് ശരിക്കും മനസ്സിലാക്കിയിരിക്കണം. എന്നാലാണ് ആ നോർമേറ്റീവ് ഫ്രെയിംവർക്ക് ദാറ്റ് ഈസ് യൂസ്ഡ് ഫോർ അനാലിസിസ് മസ്റ്റ് ബി ട്രൂ. A normative framework that is used for the analysis must necessarily take into account the social location of the researcher and the researched. These normative frameworks are not universal and will necessarily vary. They also contend that knowledge that is presented as universal is always produced from a position of power. പിന്നെ രണ്ടാമത്തെ സ്റ്റാൻഡ് പോയിന്റ് തിയറിയുടെ വേറൊരു അഭിപ്രായം ഒന്നാം, they also contend that knowledge that is presented as universal എന്ന് പറഞ്ഞ് പ്രസന്റ് ചെയ്യുന്ന നോളജ് ദാറ്റ് ഈസ് ഓൾവേസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം എ പൊസിഷൻ ഓഫ് പവർ. ഒരു പൊസിഷൻ ഓഫ് പവറിൽ നിന്നാണ് അത് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ ഓരോ
ഗവേഷണത്തിനും പിന്നിൽ പവർ ഒരു പ്രധാന പോയിന്റ് ആണെന്നാണ് അദ്ദേഹം പറയുന്നത്. ഈ സ്റ്റാൻഡ് പോയിന്റ് തിയറീസ് പറയുന്നത്. ദ സ്റ്റാൻഡ് പോയിന്റ് തിയറിസ്റ്റ് ബിലീവ്ഡ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് വുമൺസ് എക്സ്പീരിയൻസ് ഇസ് ഫണ്ടമെന്റൽ ടു അണ്ടർസ്റ്റാൻഡിങ് ദെയർ റിയാലിറ്റീസ്. അപ്പൊ സ്റ്റാൻഡ് പോയിന്റ് തിയറിസ്റ്റിന്റെ വിശ്വാസം അനുസരിച്ച് അണ്ടർസ്റ്റാൻഡിങ് വുമൺസ് എക്സ്പീരിയൻസിനെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ഈസ് ഫണ്ടമെന്റൽ ടു അണ്ടർസ്റ്റാൻഡിങ് ദെയർ റിയാലിറ്റീസ്. അപ്പൊ അവരുടെ റിയാലിറ്റീസ് എന്താണ്, വസ്തുത യാഥാർത്ഥ്യത എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് തുല്യമാണ്. അതിന്റെ ബേസാണ് വുമൺസ് എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. അപ്പൊ ദ സ്റ്റാൻഡ് പോയിന്റ് തിയറീസ് ബിലീവ് ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് വുമൺ എക്സ്പീരിയൻസിനെ കുറിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് ഈസ് ഫണ്ടമെന്റൽ ടു അണ്ടർസ്റ്റാൻഡിങ് ദെയർ റിയാലിറ്റീസ്. അവരുടെ യാഥാർത്ഥ്യതയെ കുറിച്ച്, റിയാലിറ്റീസിനെ കുറിച്ച് അറിയുന്നതിന്റെ ബേസാണ് അവരുടെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുക എന്നുള്ളത്. ദ ഫെമിനിസ്റ്റ് റിസർച്ചർ ഓൺ ദ വൺ ഹാൻഡ് ഈസ് ട്രൈയിങ് ടു ഹോൾഡ് ഓൺ ടു ദ വാല്യൂസ് ഓഫ് സയൻസ് ആൻഡ് റീസൺ, ആൻഡ് ഓൺ ദ അതർ ഹാൻഡ് ഷീ നോസ് ദാറ്റ് ദർ ഇസ് നോ അബ്സല്യൂട്ട് ട്രൂത്ത് ആൻഡ് ദാറ്റ് ട്രൂത്ത് ഈസ് സോഷ്യലി ആൻഡ് കൾച്ചറലി ലൊക്കേറ്റഡ്. അപ്പോൾ സോഷ്യലി ആൻഡ് കൾച്ചറലി ലൊക്കേറ്റഡ് ആയിരിക്കും എപ്പോഴും ട്രൂത്ത് എന്നുള്ള കാര്യം തിരിച്ചറിയണം. ദ സ്റ്റാൻഡ് പോയിന്റ് തിയറിസ്റ്റ് ആർഗ്യൂഡ് ദാറ്റ് റിസർച്ച് ഷുഡ് ബി ഫോം ഓൾ പോയിന്റ്സ് ഓഫ് വ്യൂ. എല്ലാ പോയിന്റ്സ് ഓഫ് വ്യൂ അതിനകത്ത് ഉണ്ടായിരിക്കണം. ദേ കണ്ടന്റ് ദാറ്റ് ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ദ വൈറ്റ് ഹെട്രോസെക്ഷൽ അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ് റിസർച്ചർ ഈസ് എക്സ്ട്രീംലി സ്ക്യൂഡ്. അതെല്ലാം പ്രത്യേകം തരംതിരിച്ച് മനസ്സിലാക്കിയിരിക്കണം. ദേ ആർഗ്യൂ ഫോർ എ റിസർച്ച് ഫ്രം ദ സ്റ്റാൻഡ് പോയിന്റ് ഓഫ് ദ മാർജിനലൈസ്ഡ്. അപ്പൊ ഇതാണ് സ്റ്റാൻഡ് പോയിന്റ് തിയറി. ഇത് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളതാണ് കേട്ടോ. സ്റ്റാൻഡ് പോയിന്റ് തിയറി വ്യക്തമായിട്ട് മുഴുവനായിട്ട് നോക്കുക. സമയക്കുറവുണ്ട്, ഇനി ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്തത് ലാസ്റ്റ് ആണ്. സ്മിത്ത്, unlike Hartsock, believed that the reality of experience produces knowledge. She argues for a woman's standpoint and not a feminist standpoint, and unlike Hartsock, the reality of experience is situated. She argues for a sociology for women. അപ്പോൾ ഇവിടെ സ്മിത്ത്, she argued for a sociology for women. She argues for a sociology that is not organized and around anonymity and impersonality, but for one in which the researcher is between two consciousness, that of a trained sociologist and a woman's Stanley. According to Sandra Harding, the standpoint epistemology, starting from the perspective of the marginalized lives, makes the everyday world problematic. The knower and the known are both situated in the same plane. The standpoint of the marginalized provides us with new ways of understanding the world around us. She advocates for a sociology organized around the marginalized. So she argues for a sociology of women. ഇനി അടുത്ത പോസ്റ്റ് മോഡേണിസ്റ്റ് ആണ്. അപ്പൊ പോസ്റ്റ് മോഡേണിസ്റ്റ് ക്രിട്ടിക് ഫെമിനിസ്റ്റ് നോളജ് പ്രൊഡക്ഷൻ സിൻസ് ദ 1980s ഓൺ ദ ഗ്രൗണ്ട് ഓഫ് ദ ഫോക്കസ് ഓൺ എപ്പിസ്റ്റമോളജിക്കൽ അസംഷൻ ഓഫ് റാഷണാലിറ്റി, ഒബ്ജക്ടിവിറ്റി ആൻഡ് വാല്യൂ ന്യൂട്രാലിറ്റി. അപ്പൊ ഇതൊക്കെയാണ് പോസ്റ്റ് മോഡേണിസ്റ്റ് ക്രിട്ടിക് ഫെമിനിസ്റ്റ് നോളജ് പ്രൊഡക്ഷൻ. അതിൽ അവരുടെ ഊഹങ്ങൾ ഒക്കെ എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? എപ്പിസ്റ്റമോളജിക്കൽ assumptions of rationality, objectivity and value neutrality. They argue that research is never bias free. Research ഒരിക്കലും bias free അല്ലെന്നാണ് അവരുടെ അഭിപ്രായം. They argued that research is never bias-free. Postmodern thoughts is developed by Derrida, Foucault, and has had a powerful impact on the feminist methodology. Feminist methodology ഒരു പവർഫുൾ ഇമ്പാക്റ്റ് തന്നെ ഡെറിഡ, ഫോക്കൾട്ട് എന്നിവരുടെ ആ തിയറീസിന് ഉണ്ടായിരുന്നു പോസ്റ്റ് മോഡേൺ ടൈമിൽ. They contended that the feminist ways of thinking about the world is just one of the ways of thinking about the world. വേൾഡിനെ കുറിച്ച് ചിന്തിക്കുക, പഠിക്കുക എന്നുള്ളതിന് പല മെത്തേഡുകളുണ്ട്.
പാരലൽ രീതി കൂടി തിങ്കിങ് ഉണ്ട്. അതിൽ ഒരു വേ ഓഫ് തിങ്കിങ് ആണ് ഫെമിനിസ്റ്റ് വേ ഓഫ് തിങ്കിങ് എന്നാണ് ഇവർ പറയുന്നത്. ഫെമിനിസ്റ്റ് തോട്ട് ഫോളോയിങ് പോസ്റ്റ് മോഡേണിസം ചലഞ്ച് ദ യൂണിഫൈഡ് കൺസെപ്ഷൻ ഓഫ് വുമൺ ഓർ ഫെമിനിസം. This also was an answer to critics like Martin Hamle, who offered a positivistic critique of feminist research. അപ്പോൾ ഫെമിനിസ്റ്റ് വേ ഓഫ് തിങ്കിങ്ങും റിസർച്ചിൽ വേണം, അല്ലാണ്ട് എപ്പോഴും മാൻസ് വ്യൂ ഓഫ് തിങ്കിങ് മാത്രമല്ല. ഒരു ഫെമിനിസ്റ്റ് വ്യൂ ഓഫ് തിങ്കിങ് ഈസ് വെരി നെസസറി ഫോർ ദ റിസർച്ചേഴ്സ് എന്നുള്ള അഭിപ്രായമാണ് പോസ്റ്റ് മോഡേണിസ്റ്റിൻ്റെ. ഹി ബിലീവ്സ് ദാറ്റ് ദ ഫോക്കസ് ഓൺ എക്സ്പീരിയൻസസ് ഓഫ് വുമൺ ടേക്സ് അവേ ഫ്രം റിസർച്ച് ആൻഡ് തിയറി ബിൽഡിംഗ്. The postmodern feminist thought argue that this does not necessarily mean that research that is political is not political. They argue that all research is political and socially invested. എല്ലാ റിസർച്ചിലും പൊളിറ്റിക്കലും ആണ് സോഷ്യലി ഇൻവെസ്റ്റഡും ആണ്. The growth of epistemology is determined socially and politically. ഇത്രയാണ് ഈ പുതിയ തിയറിനെ കുറിച്ചുള്ളത്. Feminist thought needs to recognize that there are social, cultural, and political constraints on our existence, be it as a transsexual, homosexual, female, male, or intersex. ഇതിൻ്റെ കൺക്ലൂഷനിലോട്ട് വരുമ്പോൾ ഇവിടെ എന്തൊക്കെയാണ് നോക്കിയെന്ന്, അവിടെ ഫെമിനിസ്റ്റ് മെത്തഡോളജി ഈസ് വാരിഡ് ആൻഡ് ഡൈവേഴ്സ്. ഫെമിനിസ്റ്റ് മെത്തഡോളജി എന്ന് പറഞ്ഞാൽ വാരിഡ് ആൻഡ് ഡൈവേഴ്സ് ആണ്. ദർ ഇസ് നോ സിംഗിൾ വേർഷൻ ഓഫ് ഫെമിനിസം. ഒരു സിംഗിൾ വേർഷൻ ഓഫ് ഓവർ ഫെമിനിസ്റ്റ് മെത്തഡോളജി ഡെസ്പൈറ്റ് ഇറ്റ്സ് ഡൈവേർജൻസ് ആൻഡ് ഡിഫറൻസസ് ഇംപ്ലൈസ് എ ജനറൽ കമ്മിറ്റ്മെന്റ് ടു അണ്ടർസ്റ്റാൻഡിങ് ജെൻഡേർഡ് ലൈഫ്സ്. The understanding of gendered lives as standpoint theories argue began with the understanding of women. Feminist research remains committed to exploring and documenting diverse gendered lives. In this chapter, we have explored the emergence and development of feminist thought over the years. വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഫെമിനിസ്റ്റ് തിങ്കിന്റെ ആ ഡെവലപ്മെന്റ് ഈ ചാപ്റ്ററിൽ കൂടി നമുക്ക് കാണാൻ പറ്റും. ഫെമിനിസ്റ്റ് തോട്ട് ഹാസ് പ്രോഗ്രസ് ത്രൂ എംഫറിസത്തിൽ നിന്ന് തുടങ്ങി ഈ ചിന്താഗതി ടു എസെൻഷ്യലിസം ടു സ്റ്റാൻഡ് പോയിന്റ്. അപ്പൊ അത് കഴിഞ്ഞത് എസെൻഷ്യലിസത്തിലേക്ക് കടന്ന് അവസാനം സ്റ്റാൻഡ് പോയിന്റിൽ വന്നു. അപ്പൊ ഫെമിനിസ്റ്റ് തോട്ട് ഹാസ് പ്രോഗ്രസ് ത്രൂ എംഫറിസം ടു എസെൻഷ്യലിസം ടു സ്റ്റാൻഡ് പോയിന്റ്, തിയറിസ്റ്റ് ആൻഡ് ഫൈനലി ടു പോസ്റ്റ് മോഡേണിസം. അപ്പൊ സ്റ്റാൻഡ് പോയിന്റ് തിയറിസ്റ്റിന് ശേഷം പോസ്റ്റ് മോഡേണിസത്തിൽ വന്നത് അവസാനിച്ച്. ദ ഡെവലപ്മെന്റ് ഓഫ് ഫെമിനിസ്റ്റ് മെത്തഡോളജീസ് കനോട്ട് ബി ലുക്ക്ഡ് അറ്റ് ഇൻഡിപെൻഡന്റ്ലി ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് മെത്തഡോളജീസ് ഇൻ ജനറൽ. അപ്പൊ ഡെവലപ്മെന്റ് ഓഫ് ഫെമിനിസ്റ്റ് മെത്തഡോളജി കനോട്ട് ബി ലുക്ക്ഡ് അറ്റ് ഇൻഡിപെൻഡന്റ്ലി, അത് സ്വതന്ത്രമായിട്ട് നമുക്ക് നോക്കാൻ പറ്റില്ല, ഓഫ് ദ ഡെവലപ്മെന്റ് ഓഫ് മെത്തഡോളജീസ് ഇൻ ജനറൽ. അപ്പൊ ഇവിടെ വന്നിട്ട് ഉള്ള പുതിയ വാക്കുകളുടെയൊക്കെ അർത്ഥങ്ങൾ ഗ്ലോസറിയിൽ കൊടുത്തിട്ടുണ്ട്, അത് വ്യക്തമായിട്ട് പഠിക്കുക. അതുപോലെ ഈ ചാപ്റ്ററിൽ വന്നിട്ടുള്ള എല്ലാ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഇവിടെ ഇതിൽ ചെക്ക് യുവർ പ്രോഗ്രസ് എന്നും പറഞ്ഞുകൊണ്ട് അവസാനം കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതും നോക്കിയിട്ട് ഈ ചാപ്റ്റർ വളരെ നന്നായിട്ട് പഠിക്കുക. അതുപോലെ തന്നെ ഷോർട്ട് നോട്ട്സും വരാറുണ്ട്. അപ്പൊ ഫെമിനിസ്റ്റ് എസെൻഷ്യലിസം, അതുപോലെ ആദ്യത്തെ ആ ചിന്താഗതി, പിന്നെ ഫെമിനിസ്റ്റ് മോഡേൺ ചിന്താഗതി, എല്ലാം അതിൻ്റെ വളർച്ച. അപ്പൊ ഇതെല്ലാം പ്രത്യേകം പഠിക്കുക. ഞാൻ ഗ്ലോസറി ഒന്ന് നോക്കിയേക്കുക. ഗ്ലോസറിയിൽ പ്രധാനപ്പെട്ട പദങ്ങൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നതിന്റെ മീനിങ് നമുക്ക് കിട്ടും. ആൻഡ്രോസെൻട്രിക് മെത്തഡോളജീസ് എന്ന് പറഞ്ഞാൽ മെത്തഡോളജീസ് ദാറ്റ് ഫോക്കസ് ഓൺ മെൻ ആൻഡ് അസ്യൂം ദാറ്റ് മെൻ റെപ്രസെന്റ് ഹ്യൂമൻ കൈൻഡ്. അപ്പൊ ആൻഡ്രോസെൻട്രിക് പുരുഷ മേധാവിത്വമുള്ള ഒരു മെത്തഡോളജിയാണ് ആൻഡ്രോസെൻട്രിക് എന്ന് പറയുന്നത്. മെത്തഡോളജീസ് ദാറ്റ് ഫോക്കസ് ഓൺ മെൻ റെപ്രസെന്റ് ഹ്യൂമൻ കൈൻഡിനെ റെപ്രസെന്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് മെന്നാണെന്ന്, മെൻ റെപ്രസെന്റ് ഹ്യൂമൻ കൈൻഡ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോകുന്നതാണ് ആൻഡ്രോസെൻട്രിക് മെത്തഡോളജി. അതുപോലെ കാർട്ടീഷ്യൻ ഡ്യുവലിസം പറഞ്ഞിട്ടുണ്ട്, അതും എന്താണെന്ന് നോക്കുക. കാർട്ടീഷ്യൻ ഡ്യുവലിസം ബിക്കം എ പാർട്ട് ഓഫ് ദ വെസ്റ്റേൺ കോമൺ സെൻസ്. ഇറ്റ് വാസ് ബിലീവ്ഡ് ദാറ്റ് മെൻ വെർ ദ മാസ്റ്റേഴ്സ് ഓഫ് ദെയർ മൈൻഡ്. പുരുഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് അവരുടെ മൈൻഡിൽ വളരെ നിയന്ത്രണമുണ്ട്, കൺട്രോൾ ഉണ്ട്, അവരതിന്റെ മാസ്റ്റർ ആണ്. ദേ വർ റാഷണൽ ആൻഡ് കുഡ് മാസ്റ്റർ ദെയർ മൈൻഡ്സ്. ആസ് ഒപ്പോസ് ടു ദിസ്, അതിന് വിപരീതമായിട്ട് വുമൺ വെർ കൺസിഡർഡ് ടു ബി
പാഷനേറ്റ് ആൻഡ് മോർ ഇൻ ട്യൂൺ വിത്ത് ദെയർ എമോഷൻസ്. അവർ പാഷനേറ്റ് ആണ്, അവർ വികാരത്തിന് അടിമയായിട്ടാണ് മുന്നോട്ട് പോകുന്നത് എന്നുള്ള ഒരു അഭിപ്രായം. അതാണ് ഈ കാർട്ടീഷ്യൻ ഡുവലിസത്തിൽ പറയണത്. അതുപോലെ എപ്പിസ്റ്റമോളജി എന്താണ്, ഫെമിനിസ്റ്റ് എംഫറിസം, ഫെമിനിസ്റ്റ് എസെൻഷ്യലിസം, ഫെമിനിസ്റ്റ് സ്റ്റാൻഡ് പോയിന്റ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അർത്ഥം ഗ്രഹിച്ച് മുന്നോട്ട് പോവുക. അതാണ്.